2020 ജൂലൈ 18 രാത്രി 9:30 നമ്മുടെ ജാമിദ ടീച്ചർ അവരുടെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്ത ഒരു വീഡിയോ ഉണ്ട്. അതിൻ്റെ പേര് ഖുർആൻ സന്മാർഗമാണ്. ഖുർആൻ സന്മാർഗമാണ് എന്ന് ജാമിദ ടീച്ചർ പറയുന്ന രീതിയിൽ ഒരു വീഡിയോ ഇട്ടിട്ട് ജാമിദ ടീച്ചർ അതിൽ സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് ഖുർആൻ പരസ്പര വിരുദ്ധമാണ്, ഖുർആൻ സന്മാർഗമല്ല എന്നാണ്. ആ വീഡിയോ ആണ് നമ്മുടെ ഈ വീഡിയോയിലൂടെ നമ്മൾ പരിശോധിക്കുന്നത്. നമുക്ക് ജാമിദ ടീച്ചറുടെ ആ വീഡിയോയുടെ ആദ്യ ഭാഗം ഒന്ന് കണ്ടു നോക്കാം. നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഖുർആൻ സന്മാർഗ ഗ്രന്ഥമാണോ? അതിനകത്ത് എന്താണ് പറയുന്നത്? അതിൽ പറയുന്നതൊക്കെ നമുക്ക് മുഴുവനും കൊള്ളാനുള്ള വകയാണോ, അതോ കൊള്ളാനും തള്ളാനുമുള്ളവയുണ്ടോ? ഖുർആൻ മുസ്ലിങ്ങളുടെ കയ്യിലുള്ള അറബി ഭാഷയിലുള്ള വേദം. ആ വേദഗ്രന്ഥത്തെക്കുറിച്ച് ജാമിദ ടീച്ചർ ചോദിക്കുന്നത്, നിങ്ങൾ അതിനെക്കുറിച്ച് എന്നെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ എന്നാണ്. ഈ വേദഗ്രന്ഥം, മുസ്ലിങ്ങളുടെ കയ്യിലുള്ള വേദഗ്രന്ഥം, ദിവ്യമന്ത്രമായിട്ടും വിവേക സ്രോതസ്സുമായിട്ടും ഉപയോഗിക്കുന്ന ആ വേദഗ്രന്ഥം, അത് മുഹമ്മദ് റസൂലുള്ളാഹി അഥവാ പ്രവാചകനെ അവതരിച്ചിട്ട് ഏതാണ്ട് 1400 വർഷങ്ങളോളം കഴിഞ്ഞു. ഈ 1400 വർഷങ്ങൾക്കിടയിൽ ഒരാൾ പോലും അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ല. ചരിത്രത്തിൽ ആദ്യമായി ഒരാൾ അതിനെക്കുറിച്ച് ചിന്തിക്കുകയാണ്. ഇതാരെന്ന് ചോദിച്ചാൽ അതാണ് നമ്മുടെ ജാമിദ ടീച്ചർ. ഏതാണ്ട് ജാമിദ ടീച്ചറുടെ മനസ്സിലുള്ള ഈ അഹന്ത തന്നെയാണ് ജാമിദ ടീച്ചറുടെ സർവ ഭക്തന്മാരുടെയും മനസ്സിലുള്ള തെറ്റിദ്ധാരണ. ജാമിദ ടീച്ചറെ പോലെ അറിവുള്ള ഒരു പണ്ഡിത മനുഷ്യകുലത്തിൽ ഇന്നേ വരെ അവതരിച്ചിട്ടില്ല എന്നാണ് ജാമിദ ടീച്ചറുടെ നിഷ്കളങ്ക ഭക്തന്മാർ വിശ്വസിക്കുന്നത്. ജാമിദ ടീച്ചറോട് ഏറ്റുമുട്ടാൻ കേരളത്തിൽ ഇസ്ലാം മതത്തിൽ ഒരു പുരോഹിതനും വളർന്നിട്ടില്ല എന്നും ജാമിദ ടീച്ചറുടെ പാവം ഭക്തന്മാർ വിശ്വസിക്കുന്നു. അക്കാര്യം എനിക്കറിയാം. സ്വതന്ത്ര ചിന്തകരായ ഒരുപാട് സുഹൃത്തുക്കൾ എനിക്കുണ്ട്. ഇവരുടെയൊക്കെ ധാരണ ഈ ജാമിദ ടീച്ചർ ഏതോ വലിയൊരു പണ്ഡിതയെന്നാണ്. സത്യം പറഞ്ഞാൽ മുസ്ലിം സ്ത്രീകൾക്ക് പുരുഷന്മാരെ പോലെ ഇസ്ലാം മത ഗ്രന്ഥങ്ങളിൽ പ്രാവീണ്യം നേടാനുള്ള, അല്ലെങ്കിൽ ഇസ്ലാം മത ഗ്രന്ഥങ്ങളിൽ വേണ്ടത്ര പാണ്ഡിത്യം നേടാനുള്ള ഒരു സ്ഥാപനവും ഇന്ന് കേരളത്തിലില്ല. കേരളത്തിൽ ഒരുപാട് ഹുദവികളുണ്ട്, പക്ഷേ ഹുദവിച്ചില്ല. കേരളത്തിൽ ഒരുപാട് സഖാഫിമാരുണ്ട്, പക്ഷേ ഒരു സഖാഫിച്ചിയുമില്ല. കേരളത്തിൽ ഒരുപാട് ഫൈസിമാരുണ്ട്, പക്ഷേ ഒരു ഫൈസിച്ചിയുമില്ല. കേരളത്തിൽ ഒരുപാട് അമാനിമാരുണ്ട്, പക്ഷേ ഒരു അമാനിച്ചിയും ഇല്ല. കേരളത്തിൽ ഒരുപാട് മദനിമാരുണ്ട്, പക്ഷേ ഒരു മദനിച്ചിയുമില്ല. എന്തുകൊണ്ടെന്നാൽ മുസ്ലിം സ്ത്രീകൾക്ക് പുരുഷന്മാരെ പോലെ ഇസ്ലാം മത ഗ്രന്ഥങ്ങളിൽ പണ്ഡിതയാവാനുള്ള, അല്ലെങ്കിൽ ഒരുപാടങ്ങ് പഠിച്ചു കയറാനുള്ള സ്ഥാപനങ്ങൾ കേരളത്തിൽ ഇല്ല. മുസ്ലിം സ്ത്രീകൾക്ക് കേരളത്തിൽ മതപരമായ വിദ്യാഭ്യാസം കരസ്ഥമാക്കാൻ കഴിയുന്നത് ഏതാണ്ട് ഒരു +2 ലെവലിൽ മാത്രമാണ്. പിന്നെ മറ്റൊരു സാധ്യതയുള്ളത്, സാധാരണ കോളേജുകളിൽ ചെന്നിട്ട് MA അറബിക്കോ BA അറബിക്കോ പഠിക്കാം. അങ്ങനെ MA അറബിക്കോ BA അറബിക്കോ പഠിച്ച് ഖുർആനും ഹദീസും നിരന്തരം വായിച്ചിട്ട് അല്പം പാണ്ഡിത്യം നേടാം. പക്ഷെ നമ്മുടെ ഈ ജാമിദ ടീച്ചറുടെ നിഷ്കളങ്ക ഭക്തന്മാർ തെറ്റിദ്ധരിക്കുന്നത് പോലെ M.Ed കഴിഞ്ഞ ടീച്ചറോ, അല്ലെങ്കിൽ MA വരെ പഠിച്ച ടീച്ചറോ, B.Ed കഴിഞ്ഞ ടീച്ചറോ, അല്ലെങ്കിൽ BA വരെ പഠിച്ച ടീച്ചറോ അല്ല. ജാമിദ ടീച്ചറോട് നമ്മൾ ആരെങ്കിലും പോയിട്ട് ടീച്ചർ അഫ്സലുൽ ഉലമയല്ലേ എന്ന് ചോദിച്ചാൽ ടീച്ചർ തിരിച്ച് നമ്മളോട് ഞാൻ സ്വതന്ത്ര ചിന്തകയാണ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഉറപ്പിക്കാം, ജാമിദ ടീച്ചർക്ക് ഒരു അഫ്സലുൽ ഉലമ പോലും ഇല്ല. മറിച്ച് നമ്മൾ ജാമിദ ടീച്ചറോട് പോയിട്ട് ടീച്ചർ അഫ്സലുൽ ഉലമയല്ലേ? ആണ്, എൻ്റെ കയ്യിൽ സർട്ടിഫിക്കറ്റ് ഉണ്ടല്ലോ എന്നെങ്കിലും പറഞ്ഞാൽ നമുക്ക്
ജാമിദ ടീച്ചർക്ക് അഫ്സലുൽ ഉലമ എന്ന +2 തുല്യമായ ഒരു വിദ്യാഭ്യാസ യോഗ്യത ഉണ്ട് എന്ന് ഉറപ്പിക്കാം. അതിനപ്പുറത്ത് ജാമിദ ടീച്ചറുടെ നിഷ്കളങ്ക ഭക്തന്മാർ ധരിക്കുന്നത് പോലെ ജാമിദ ടീച്ചർ ഏതോ വലിയൊരു ടീച്ചറല്ല. ഇനി നമുക്ക് നമ്മുടെ പാവം ജാമിദ ടീച്ചറുടെ ഭക്തന്മാരെ ജാമിദ ടീച്ചർ എങ്ങനെയാണ് വളരെ കുതന്ത്രപരമായിട്ട് വഞ്ചിക്കുന്നത് എന്ന് നോക്കാം. ആ ഭാഗം നമുക്ക് ആദ്യം കാണാം. മുഹമ്മദ് നബിക്ക് ശേഷം അബൂബക്കർ എന്ന ഭരണാധികാരിക്ക് ശേഷം ഉമറിന് ശേഷം ഉസ്മാന്റെ കാലഘട്ടത്തിലാണ് ഖുർആൻ മനഃപ്പാഠമാക്കിയ ആൾക്കാരിൽ അധികവും മരണപ്പെട്ടു പോകുന്നു. അപ്പോൾ ഉമർ ഭയന്നു, വരും തലമുറയ്ക്ക് ഇസ്ലാമിന്റെ സന്ദേശം എത്തിച്ചു കൊടുക്കാൻ എങ്ങനെയാണ് സാധ്യമാകുന്നത് എന്ന് ചിന്തിക്കുകയും അതിൽ നിന്നാണ് ഖുർആൻ എഴുതി വെക്കുന്നതും അതുപോലെ ഒരു ഗ്രന്ഥരൂപത്തിലാക്കുന്നതുമായ ഒരു സംവിധാനം രൂപപ്പെട്ടത്. ജാമിദ ടീച്ചറുടെ ഭക്തന്മാരിൽ പലർക്കും അറിയാം ഇസ്ലാമിലെ ആദ്യത്തെ ഖലീഫ ആരാണെന്ന് ചോദിച്ചാൽ അത് അബൂബക്കർ അൽ സിദ്ദീഖ്. രണ്ടാമത്തെ ഖലീഫ ആരാണെന്ന് ചോദിച്ചാൽ അത് ഉമർ അൽ ഫാറൂഖ്. മൂന്നാമത്തെ ഖലീഫ ആരാണെന്ന് ചോദിച്ചാൽ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ. നാലാമത്തെ ഖലീഫ ആരാണെന്ന് നമ്മുടെ ഇവിടെ ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല, 3 പേരെ നമുക്ക് മതി. ജാമിദ ടീച്ചർ പറഞ്ഞത് ഇങ്ങനെയാണ്, നിങ്ങൾ ശ്രദ്ധിച്ചു കാണും ആ വീഡിയോ. മുഹമ്മദ് നബിക്ക് ശേഷം അബൂബക്കറിന് ശേഷം ഉമറിന് ശേഷം ഉസ്മാന്റെ കാലത്ത്. മുഹമ്മദ് നബിയുടെ വിയോഗത്തിന് ശേഷമാണ് അബൂബക്കർ അൽ സിദ്ദീഖ് ഖലീഫയാവുന്നത്, 2 കൊല്ലം മാത്രം. അദ്ദേഹത്തിന്റെ വിയോഗത്തിന് ശേഷമാണ് ഉമർ അൽ ഫാറൂഖ് 2ാം ഖലീഫയാവുന്നത്. അദ്ദേഹത്തിന്റെയും വിയോഗശേഷമാണ് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ 3ാം ഖലീഫയാവുന്നത്. ജാമിദ ടീച്ചർ പറയുന്നു 3ാം ഖലീഫയായ ഉസ്മാൻ ഇബ്നു അഫ്ഫാന്റെ കാലത്താണ് ഖുർആൻ ക്രോഡീകരിക്കപ്പെട്ടത്. ഉമർ പറഞ്ഞിട്ടാണ് ഉസ്മാൻ ഖുർആൻ ക്രോഡീകരിച്ചത്. ഉസ്മാന്റെ കാലത്ത് ഉമർ ഇങ്ങനെ പറയണമെങ്കിൽ ഉമർ തൻ്റെ ഖബറിടത്തിൽ നിന്ന് എഴുന്നേറ്റ് വരേണ്ടി വരും. കാരണം ഉമറിന്റെ വിയോഗത്തിന് ശേഷമാണ് ഉസ്മാൻ ഖലീഫയായത്. ഉസ്മാൻ ഖലീഫയായ കാലഘട്ടത്തിൽ ഉമർ ജീവിച്ചിരിപ്പില്ല, അബൂബക്കർ അൽ സിദ്ദീഖും ജീവിച്ചിരിപ്പില്ല. പക്ഷെ ജാമിദ ടീച്ചർ തൻ്റെ ഭക്തന്മാരെ പറഞ്ഞ് വിശ്വസിപ്പിക്കുന്നത് ഉസ്മാന്റെ കാലത്ത് ഉമർ ഭയന്നു ഖുർആൻ നഷ്ടപ്പെടുമെന്ന്. അങ്ങനെയാണ് ഖുർആൻ ക്രോഡീകരിച്ചത്. ഉസ്മാന്റെ കാലത്ത് ഖബറിടത്തിൽ കിടക്കുകയായിരുന്നു, ഉമർ ഭയന്നു. അങ്ങനെ ഉമർ എഴുന്നേറ്റ് പോകും. ഇസ്ലാമിൻ്റെ ആ പൗരുഷം നോക്കി, ഇസ്ലാമിൻ്റെ ചരിത്രം നോക്കി, മരിച്ചവർ പോലും ഖബറിടത്തിൽ നിന്ന് എഴുന്നേറ്റ് വന്നിട്ടാണ് ഖുർആൻ ക്രോഡീകരിക്കുന്നത്. സംഭവം ഇങ്ങനെയാണ് നിങ്ങളുടെ ദൈവമായ ജാമിദ അരപ്പിരി ലൂസുകളായ നിങ്ങളെ ഫുൾ പിരികളാക്കി മാറ്റുന്നത്. ഇനി ആരാണ് യഥാർത്ഥത്തിൽ ഖുർആൻ ക്രോഡീകരിച്ചത്? അബൂബക്കർ അൽ സിദ്ദീഖിന്റെ വിയോഗത്തിന് ശേഷം, പിന്നീട് ഉമർ അൽ ഫാറൂഖിന്റെ വിയോഗത്തിന് ശേഷം 3ാമത്തെ ഖലീഫയായി വന്ന ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ ഖുർആനിന്റെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് എന്തു പങ്കാണ് വഹിച്ചത്? നമുക്ക് അക്കാര്യങ്ങൾ ഈ വീഡിയോയുടെ അവസാനം ചർച്ച ചെയ്യാം. അത് ചർച്ച ചെയ്യാതെ നമ്മൾ ഈ വീഡിയോ അവസാനിപ്പിക്കില്ല. ഇനി നമുക്ക് ജാമിദ ടീച്ചർ ഖുർആനിലെ വചനങ്ങൾ എടുത്തുകൊണ്ട് ഖുർആൻ പരസ്പര വിരുദ്ധമാണെന്ന് എങ്ങനെയാണ് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ടീച്ചറുടെ വീഡിയോയിലേക്കാണ് ഞാൻ പോകുന്നത്. 2ാം അധ്യായം സൂറത്തുൽ ബഖറ 185. ശഹ്റു റമളാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ ഹുദൽ ലിന്നാസി വബയ്യിനാതിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ. മനുഷ്യരാശിക്ക് മാർഗദർശകമായും സന്മാർഗത്തെക്കുറിച്ചുള്ള വ്യക്തമായ തെളിവുകളായും സത്യാസത്യ വിവേചകമായും ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട മാസമത്രേ റമളാൻ. അവതരിപ്പിക്കപ്പെട്ട കണ്ടല്ലോ, എന്താണ്? മനുഷ്യരാശിക്ക്, അതായത് മുഴുവൻ മനുഷ്യനും. പിന്നെന്താണ്? സത്യാസത്യ വിവേചകം, സത്യത്തെയും അസത്യത്തെയും വേർതിരിക്കുന്ന ഗ്രന്ഥം. ഈ വാചകം എത്രമാത്രം ശരിയാണ് എന്ന് ഖുർആനിലൂടെ വിവിധ വാചകങ്ങളിലേക്ക് പോയാലേ നമുക്കത് മനസ്സിലാവും. മുഴുവൻ മനുഷ്യർക്കും മാർഗദർശനമായി ഇറക്കിയ ഈ ഗ്രന്ഥം, മനസ്സിലായല്ലോ?
മനസ്സിലായി, ഒരു കാര്യം മനസ്സിലായി. ജാമിദ ടീച്ചർക്ക് അഫ്സലുൽ ഉലമയും ഉണ്ടാവാനുള്ള സാധ്യത ഇല്ല എന്നും മനസ്സിലായി. കാരണം ജാമിദ ടീച്ചർ അറബിക് ടെക്സ്റ്റ് ഉപയോഗിച്ചിട്ട് അർത്ഥം വിവരിക്കുകയല്ല ചെയ്യുന്നത്. ജാമിദ ടീച്ചർ ഏതോ ഒരു പുരോഹിതന്റെ വിവർത്തനം എടുത്തിട്ടാണ് തൻ്റെ നിഷ്കളങ്ക ഭക്തന്മാരെ ഫുൾ പിരികളാക്കി മാറ്റുന്നത്. ജാമിദ ടീച്ചർക്ക് അറബി ഭാഷയിൽ ഡിഗ്രിയോ അല്ലെങ്കിൽ PG ഉണ്ടായിരുന്നുവെങ്കിൽ ഒരിക്കലും ജാമിദ ടീച്ചർ ഏതെങ്കിലും ഒരു പുരോഹിതന്റെ വിവർത്തനം എടുത്തിട്ട് തൻ്റെ ഭക്തന്മാരെ ഫുൾ പിരികളാക്കി മാറ്റില്ല. ഇവിടെ ജാമിദ ടീച്ചർ ഉപയോഗിക്കുന്നത് വിവർത്തനമാണ്, അറബിക് ടെക്സ്റ്റ് അല്ല. ഇതിൽ നിന്ന് തന്നെ ജാമിദ ടീച്ചറുടെ എല്ലാ ഭക്തന്മാർക്കും മനസ്സിലാക്കാം ജാമിദ ടീച്ചർക്ക് അറബി ഭാഷയിൽ ഒരു പ്രാവീണ്യവും ഇല്ല. അതുകൊണ്ട് തന്നെ ജാമിദ ടീച്ചർക്ക് ഖുർആനെ കുറിച്ച് ഒരു ചുക്കും ചുണ്ണാമ്പും അറിയില്ല. ആകെ അറിയാവുന്നത് നാവിട്ടടിക്കാനാണ്. ഇനി ജാമിദ ടീച്ചർ പുരോഹിതന്മാരുടെ വിവർത്തനമാണ് ഉപയോഗിക്കുന്നത്. ഈ പുരോഹിതന്മാരെ കുറിച്ച് ജാമിദ നല്ലൊരു അഭിപ്രായം ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ആ അഭിപ്രായം നമുക്കൊന്ന് കേൾക്കാം. അപ്പൊ ഒരു പൊറോട്ടക്കെട്ടൊക്കെ തന്നെ കെട്ടുന്ന ടീം സൂര്യപ്രകാശം അടിക്കുന്നില്ല, ബ്രെയിൻ വികസിക്കുന്നില്ല. അപ്പൊ ലിംഗം കൊണ്ട് ചിന്തിക്കുന്ന ടീംസ് ആണ് ഇവര്. അപ്പൊ ഇവര് ജാമിദ ടീച്ചർ ഇസ്ലാം മത പുരോഹിതന്മാരെ കുറിച്ച് പറഞ്ഞതാണ് പൊറോട്ട കെട്ടി നടക്കുന്നവർ, അതുകൊണ്ട് സൂര്യപ്രകാശം തലക്കടിക്കില്ല, ബ്രെയിൻ വികസിക്കില്ല, അതുകൊണ്ട് അവർ ചിന്തിക്കുന്നത് അവരുടെ ലിംഗം കൊണ്ടാണ്. അങ്ങനെ ലിംഗം കൊണ്ട് ചിന്തിക്കുന്നവരുടെ, ജാമിദ ടീച്ചറുടെ അഭിപ്രായത്തിലാണ്, ലിംഗം കൊണ്ട് ചിന്തിക്കുന്നവരുടെ വിവർത്തനം എടുത്തിട്ടാണ് ജാമിദ ടീച്ചർ തൻ്റെ പാവം ഭക്തജനങ്ങളെ ഫുൾ പിരികളാക്കി മാറ്റുന്നത്. ഖുർആനിലെ വചനങ്ങൾ പരസ്പര വിരുദ്ധമാണ് എന്നാണ് ഈ വീഡിയോയിൽ ജാമിദ ടീച്ചർ സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത്. അതിനുവേണ്ടി ജാമിദ ടീച്ചർ ഉദ്ധരിക്കുന്ന ആദ്യത്തെ ഖുർആൻ വചനത്തിലേക്ക് നമുക്ക് പോകാം. മുഴുവൻ മനുഷ്യകുലത്തിന് മുഴുവനായി വേണ്ടി ഒരു ഗ്രന്ഥം, ഒരു മാർഗരേഖ ദൈവം ഇറക്കിയിട്ട് ആ മാർഗത്തിലേക്ക് ജാമിദ ടീച്ചറെ വിളിച്ചു കൊണ്ടുപോകാൻ ദൈവത്തിന് സാധിച്ചില്ല. അപ്പോൾ ദൈവം ജാമിദ ടീച്ചറേക്കാൾ ശക്തി കുറഞ്ഞ വളരെ ചെറിയ ഒരു കുട്ടിയാണ് എന്ന് സ്ഥാപിക്കാനാണ് ജാമിദ ടീച്ചർ ഇവിടെ ശ്രമിക്കുന്നത്. ഇനി ജാമിദ ടീച്ചർ ഉദ്ധരിച്ച ആ വചനങ്ങൾ തന്നെ നമുക്കൊന്ന് പരിശോധിക്കാം. അധ്യായം 2 അൽ ബഖറ, സൂചകം 185. ജാമിദ ടീച്ചർ പറഞ്ഞ വചനം, ജാമിദ ടീച്ചർ ഉദ്ധരിച്ച വചനം ഇങ്ങനെയാണ്: ഷഹറു റമളാനല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ ഹുദൽ ലിന്നാസ്. ഹുദൽ ലിന്നാസ്, ഇവിടെ ഹുദൽ ലിന്നാസി ജമീഅ എന്ന് ഖുർആൻ വചനം ഇല്ല, അല്ലെങ്കിൽ ഹുദൽ ലിന്നാസി അജ്മഈൻ എന്നൊരു വാക്കും ഖുർആനിൽ ഇല്ല. ഇവിടെ ഖുർആനിലുള്ളത് ഹുദൽ ലിന്നാസ് എന്ന് മാത്രമാണ്. അതായത് ഇത് മനുഷ്യർക്ക് വേണ്ടിയുള്ള ഒരു മാർഗരേഖയാണ്, അല്ലാതെ സസ്യങ്ങൾക്കോ മൃഗങ്ങൾക്കോ മത്സ്യങ്ങൾക്കോ പറവകൾക്കോ മലക്കുകൾക്കോ വേണ്ടിയുള്ള ഒരു മാർഗരേഖയല്ല. ഈ മാർഗരേഖ മനുഷ്യർക്ക് വേണ്ടിയുള്ള ഒരു മാർഗരേഖയാണ്, മുഴുവൻ മനുഷ്യർക്കും വേണ്ടിയുള്ള ഒരു മാർഗരേഖയാണ് എന്ന് ജിബ്രീൽ ഇവിടെ പറഞ്ഞിരുന്നുവെങ്കിൽ ദൈവം കുടുങ്ങിപ്പോകുമായിരുന്നു. കാരണം കേവലം ഒരു കഴുതയുടെ അത്ര പോലും ചിന്തിക്കാൻ കഴിയാത്ത ഒരുപാട് ആൾക്കാർ മനുഷ്യരുടെ കൂട്ടത്തിലുണ്ട്. അങ്ങനെയുള്ളവർക്കും കൂടി ഉള്ള ഒരു മാർഗരേഖയാണ് ഈ ഖുർആൻ എന്നെങ്ങാനും ജിബ്രീൽ പറഞ്ഞു പോയിരുന്നെങ്കിൽ ദൈവവും ജിബ്രീലും എല്ലാവരും ആകെ കുടുങ്ങിപ്പോകുമായിരുന്നു. പക്ഷേ ഖുർആനിൽ അങ്ങനെ പറഞ്ഞിട്ടില്ല. ഖുർആനിൽ പറഞ്ഞത് ഹുദൻ ലിന്നാസ്, മനുഷ്യർക്കുള്ള മാർഗരേഖ എന്ന് മാത്രമാണ്. അത് സസ്യങ്ങൾക്കോ ജന്തുക്കൾക്കോ പറവകൾക്കോ മലക്കുകൾക്കോ വേണ്ടിയുള്ളതല്ല, മനുഷ്യർക്ക് വേണ്ടിയുള്ളതാണ്. എല്ലാ മനുഷ്യർക്കും വേണ്ടിയുള്ളതല്ല, ചിന്തിക്കുന്ന മനുഷ്യർക്ക് വേണ്ടി മാത്രമുള്ളതാണ്.
വേദഗ്രന്ഥം മുറുകെ പിടിക്കണമെന്ന് ആഗ്രഹിക്കുന്ന മനുഷ്യർക്ക് വേണ്ടി മാത്രമുള്ളതാണ്. എല്ലാ മനുഷ്യർക്കും ഉള്ളതല്ല, പ്രത്യേകിച്ചും ജാമിദ ടീച്ചർക്ക് ഉള്ളതേ അല്ല. ഇനി ഈ ജാമിദ ടീച്ചറുടെ നിഷ്കളങ്ക ഭക്തന്മാർക്ക് ഒരു കുഴപ്പമുണ്ട്. അവർ ജാമിദ ടീച്ചർ പറഞ്ഞത് തന്നെയാണ് ശരി എന്നങ്ങ് വിശ്വസിക്കും, മസിൽ പിടിച്ച് വിശ്വസിക്കും. ഇവിടെ ഹുദല്ലിന്നാസി അജ്മഈൻ എന്ന് ഇല്ലെങ്കിലും, ഹുദല്ലിന്നാസി എന്ന് മാത്രമേ ഉള്ളുവെങ്കിലും ജാമിദ ടീച്ചർ പറഞ്ഞത് തന്നെയാണ് ശരി, ഇത് മുഴുവൻ മനുഷ്യർക്കും വേണ്ടിയുള്ള ഖുർആൻ തന്നെയാണ്, അങ്ങനെ തന്നെയാണ് ഖുർആൻ ഉദ്ദേശിച്ചത് എന്ന് മസിൽ പിടിച്ച് വിശ്വസിക്കുന്ന ഒരു വർഗമാണ് ജാമിദ ടീച്ചറുടെ ഭക്തന്മാർ. ഞാൻ സമ്മതിച്ചു തരാം, ജാമിദ ടീച്ചർ പറഞ്ഞതുപോലെ ഇത് മുഴുവൻ മനുഷ്യർക്കും വേണ്ടിയുള്ള ഖുർആനാണ് എന്ന് നമുക്ക് തൽക്കാലം ഒരു തർക്കത്തിന് വേണ്ടിയിട്ട് ഞാൻ സമ്മതിച്ചു തരാം. അതോടൊപ്പം നമ്മൾ ചിന്തിക്കേണ്ട വേറൊരു കാര്യമുണ്ട്. നമ്മൾ ശ്വസിക്കുന്ന ഓക്സിജൻ, ഈ ഓക്സിജൻ മുഴുവൻ മനുഷ്യർക്കും വേണ്ടി മാത്രമല്ല, മുഴുവൻ ജീവജാലങ്ങൾക്കും ജന്തുവർഗത്തിനും മുഴുവനും വേണ്ടിയുള്ളതാണ് ഓക്സിജൻ. ഇക്കാര്യം ജാമിദ ടീച്ചർക്കും അറിയാം. ഇങ്ങനെ ഒരു വചനം ഖുർആനിൽ ഉണ്ടെന്ന് കരുതുക, തൽക്കാലം ഖുർആനിൽ ഉണ്ടെന്ന് കരുതുക. എന്നിട്ട് ദൈവത്തെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് ജാമിദ ടീച്ചർ ഒരു പെട്ടിക്കകത്ത് കയറി കിടക്കും. എന്നിട്ട് ആ പെട്ടിയുടെ വാതിലങ്ങ് അടക്കും. ആ പെട്ടിക്കകത്തുള്ള ജാമിദ ടീച്ചർ ശ്വസിക്കുന്നതിനനുസരിച്ച് ആ പെട്ടിക്കകത്തുള്ള ഓക്സിജന്റെ അളവ് കുറയും, കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് കൂടും. കുറച്ച് സമയം കഴിഞ്ഞാൽ ജാമിദ ബോധരഹിതയാണ്. പിന്നെയും കുറച്ച് സമയം കഴിഞ്ഞാൽ ജാമിദ മയ്യത്താവും. എന്നിട്ട് മയ്യത്തായ ജാമിദ എഴുന്നേറ്റ് വന്നിട്ട് ചോദിക്കും, ദൈവം പറഞ്ഞില്ലേ ഓക്സിജൻ മുഴുവൻ മനുഷ്യർക്കും മുഴുവൻ ജന്തുക്കൾക്കും വേണ്ടിയുള്ളതാണെന്ന്? എന്നിട്ട് എന്തായി? ഞാൻ ചത്തില്ലേ? ഇതാണ് നമ്മുടെ ജാമിദ. അഥവാ ദൈവം അങ്ങനെ ഖുർആനിലൂടെ പറഞ്ഞിരുന്നെങ്കിൽ ജാമിദ ഇങ്ങനെയൊരു കുതന്ത്രവും പ്രയോഗിക്കുമായിരുന്നു. എന്തിനു വേണ്ടി എന്നാൽ ജാമിദയുടെ അരപ്പിരി ലൂസുള്ള ഭക്തന്മാരെ ഫുൾ പിരികളാക്കി മാറ്റാൻ വേണ്ടി. എൻ്റെ പൊന്നു ജാമിദ ടീച്ചറെ, നിങ്ങളുടെ അരപ്പിരി ലൂസായ ഭക്തന്മാരുടെ പാതി തകർന്നു കിടക്കുന്ന കുടുംബ ബന്ധങ്ങളും ദാമ്പത്യ ജീവിതങ്ങളും നിങ്ങളുടെ ഭക്തന്മാരെ ഫുൾ പിരികളാക്കി മാറ്റിയിട്ട് അവരുടെ കുടുംബ ജീവിതവും ദാമ്പത്യ ബന്ധങ്ങളും മുഴുവനും അവതാളത്തിലാക്കിയിട്ട് നിങ്ങൾക്ക് എന്താണ് നേടാനുള്ളത്? ഇനി നമുക്ക് ജാമിദ ടീച്ചറുടെ അടുത്ത ഉദാഹരണയിലേക്ക് കടക്കാം. 2-ാം അധ്യായം സൂറത്തുൽ ബഖറയിലെ 2-ാമത്തെ വാചകം, ദാലികൽ കിതാബു ലാ റൈബ ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ. ഇത് ഗ്രന്ഥമത്രേ, ഇതിൽ യാതൊരു സംശയവുമില്ല. الذين يؤمنون بالغيب ويقيمون الصلاة ومما رزقناهم ينفقون والذين يؤمنون بما أنزل إليك وما أنزل من قبلك وبالآخرة هم يوقنون. പരോക്ഷ കാര്യങ്ങളിൽ വിശ്വസിക്കുന്നവരും നമസ്കാരം കൃത്യമായി നിർവഹിക്കുന്നവരും നാം നൽകിയിട്ടുള്ളതിൽ നിന്ന് ചിലവ് ചെയ്യുന്നവരും നിനക്ക് അവതരിപ്പിക്കപ്പെട്ടതിലും നിനക്ക് മുമ്പ് അവതരിപ്പിക്കപ്പെട്ടവയിലും വിശ്വസിക്കുന്നവരും പരലോക ജീവിതത്തിൽ ഉറപ്പുള്ളവരുമായ ഭക്തജനങ്ങൾക്ക് ഇത് മാർഗദർശനം. എന്താണ് ഭക്തജനങ്ങൾക്ക്? അടുത്തെന്താണ്? ഉലൈക അലാ ഹുദം മിർ റബ്ബിഹിം വഉലൈക ഹുൽ മുഫ്ലിഹൂൻ. അവർ തങ്ങളുടെ രക്ഷിതാവിങ്കൽ നിന്നുള്ള സന്മാർഗത്തിലാകുന്നു, അവരത്രേ വിജയികൾ. ഒരിടത്ത് പറഞ്ഞത് മുഴുവൻ മനുഷ്യർക്കും മാർഗദർശകമായി കൊണ്ട് റമദാനിൽ അവതരിപ്പിച്ച ഗ്രന്ഥമാണ് ഖുർആൻ എന്നാണ്. ഇവിടെ പറഞ്ഞത് എന്താണ്? അദൃശ്യത്തിൽ വിശ്വസിക്കുക. ആ അദൃശ്യത്തിന് ബൗണ്ടറികളില്ല, അതിനൊരു ലിമിറ്റുമില്ല. അദൃശ്യമായി എന്ത് വിഴുങ്ങാൻ പറയുന്നോ അതങ്ങ് വിഴുങ്ങുന്നവർക്ക്. സത്യത്തിൽ ആരാണ് വാരി വിഴുങ്ങുന്നത്? വാരി വിഴുങ്ങുന്നത് സാക്ഷാൽ ജാമിദ ടീച്ചർ തന്നെയാണ്. ആരുടേതാണ് വാരി വിഴുങ്ങുന്നത് എന്ന് ചോദിച്ചാൽ ജാമിദ ടീച്ചർ പരിഹസിച്ച, ലിംഗം കൊണ്ട് ചിന്തിക്കുന്നവർ എന്ന് പരിഹസിച്ച അത്തരത്തിലുള്ള
പുരോഹിതന്മാരുടേതാണ് ജാമിദ ടീച്ചർ വാരി വിഴുങ്ങുന്നത്. തെളിവ് തരാം. അതിനുമുമ്പ് ജാമിദ ടീച്ചർ ഇവിടെ പ്രയോഗിച്ച കുതന്ത്രം നമുക്കൊന്ന് പരിശോധിക്കാം. ഇതിന് തൊട്ട് മുമ്പേ ജാമിദ ടീച്ചർ ഉദ്ധരിച്ച വചനങ്ങളിൽ മുഴുവൻ മനുഷ്യർക്കും വേണ്ടിയുള്ള മാർഗദർശനമാണ് ഖുർആൻ എന്ന് പറഞ്ഞു വരുന്നു. ഇവിടെ ഭക്തന്മാർക്ക് വേണ്ടി മാത്രമുള്ള മാർഗരേഖയാണ് ഖുർആൻ എന്ന് പറഞ്ഞു എന്നുമാണ് ജാമിദ ടീച്ചർ കുതന്ത്രങ്ങളിലൂടെ സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത്. യഥാർത്ഥത്തിൽ ജാമിദ ടീച്ചർ ഉദ്ധരിച്ച ഈ വചനങ്ങളുടെ അർത്ഥം എന്താണെന്ന് നമുക്ക് പരിശോധിക്കാം. അധ്യായം 2 അൽ ബഖറ 1 മുതൽ 4 വരെയുള്ള സൂചകം. ഈ 1 മുതൽ 4 വരെയുള്ള സൂചകങ്ങളിൽ ആദ്യത്തെ വചനം അലിഫ് ലാം മീം എന്നാണ്. അത് കഴിഞ്ഞിട്ട് സാലിക്കൽ കിതാബു ലാ റൈബ ഫീഹി എന്നാണ് പറയുന്നത്. സാലിക്ക എന്ന് പറഞ്ഞാൽ 1-ാം ക്ലാസ്സിൽ അറബിക്ക് പഠിക്കുന്ന കുട്ടികൾക്കറിയാം അതാണ് എന്നാണ്. ഇത് എന്ന് പറയണമെങ്കിൽ ഹാദാ കലമും. ഇനി ഈ പെണ്ണ് ഞാൻ എറിഞ്ഞിട്ട് പറയുകയാണെങ്കിൽ, ഇത് കുറച്ച് ദൂരം എറിഞ്ഞിട്ട് പറയുകയാണെങ്കിൽ സാലിക കലമുൻ. ഹാദ എന്ന് പറഞ്ഞാൽ ഇതും, സാലിക എന്ന് പറഞ്ഞാൽ അതും എന്നാണെന്ന് 1-ാം ക്ലാസ്സിൽ അറബിക്ക് പഠിക്കുന്ന കുട്ടികൾക്ക് പോലും അറിയാം. പക്ഷെ ജാമിദ ടീച്ചർ ഇവിടെ പ്രയോഗിച്ചിരിക്കുന്നത് സാലിക്കൽ കിതാബും, ഇതാവുന്നു ഗ്രന്ഥം എന്നാണ്. ഇവിടെ വാരി വിഴുങ്ങുന്നത് യഥാർത്ഥത്തിൽ ജാമിദ ടീച്ചർ തന്നെയാണ്. ആരുടേതെന്ന് ചോദിച്ചാൽ ജാമിദ ടീച്ചർ പരിഹസിക്കുന്ന പുരോഹിതന്മാരുടെ. ഇനി സാഹിത്യത്തിൽ, അതേത് സാഹിത്യമായാലും, ആദ്യത്തെ സെന്റൻസിൽ, ആദ്യത്തെ വാചകത്തിൽ, ആദ്യത്തെ വചനത്തിൽ ഒരു വ്യക്തിയുടെ പേര് പറഞ്ഞാൽ 2ാമത്തെ വചനത്തിൽ ആ വ്യക്തിയുടെ പേര് ആവർത്തിക്കില്ല. അവിടെ സർവനാമമാണ് ഉപയോഗിക്കുക. അവൻ അല്ലെങ്കിൽ അവൾ. ഇനി ആദ്യത്തെ വചനത്തിൽ ഒരു വസ്തുവിനെയാണ് സൂചിപ്പിക്കുന്നെങ്കിൽ 2ാമത്തെ വചനത്തിൽ ആ വസ്തുവിന്റെ പേര് വീണ്ടും ആവർത്തിക്കില്ല, അത് എന്നാണ് ഉപയോഗിക്കുക. ഇവിടെ അലിഫ് ലാം മീം എന്ന ആദ്യ വചനം കഴിഞ്ഞിട്ട് 2ാമത്തെ വചനത്തിന്റെ ആരംഭത്തിലാണ് സാലിക എന്നുള്ളത്. സാലിക്കൽ കിതാബ്, അതായത് ഈ അലിഫ് ലാമിനുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന എന്തോ ഒന്നാണ് കിതാബ്. അലിഫ് ലാമീനുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ആ കിതാബിൽ ഒരു സംശയവും ഇല്ല എന്നാണ് പറഞ്ഞത്. ഫീഹി ഹുദൻ ലിൽ മുത്തഖീൻ. ഈ മുത്തഖീൻ എന്ന വാക്കിനാണ് ജാമിദ ടീച്ചർ വായിച്ച വിവർത്തനത്തിൽ ഭക്തന്മാർ എന്ന അർത്ഥം കൊടുത്തിരിക്കുന്നത്. മുത്തഖീൻ എന്ന് പറഞ്ഞ വാക്കിന്റെ യഥാർത്ഥ അർത്ഥം പരിപാലിക്കുന്നവർ എന്നാണ്. അതായത് സാലിക്കൽ കിതാബു ലാ റൈബ ഫീഹി ഫീഹി ഹുദൻ ലിൽ മുത്തഖീൻ. ആ കിതാബുകൾ പരിപാലിക്കേണ്ട വിധം പരിപാലിക്കുന്നവർക്ക്, അല്ലെങ്കിൽ അതിനെ കൈകാര്യം ചെയ്യേണ്ട വിധം കൈകാര്യം ചെയ്യുന്നവർക്ക് ആണ് ഇത് മാർഗരേഖയായി മാറുന്നത്. നേരത്തെ ജാമിദ ടീച്ചർ ഉദ്ധരിച്ച വചനത്തിലും ഉപയോഗിക്കുന്നതും ഹുദ എന്ന് തന്നെയാണ്, ഹുദൻ എന്ന് തന്നെയാണ്. അതും മാർഗരേഖയാണ്. ഇവിടെയും പറയുന്നതും മാർഗരേഖ തന്നെയാണ്. LKG പഠിക്കുന്ന കുട്ടിക്ക് ഉള്ള മാർഗരേഖയല്ല MA പഠിക്കുന്ന കുട്ടിക്ക്. LKG പഠിക്കുന്ന കുട്ടിക്ക്, അല്ലെങ്കിൽ 1-ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിക്ക് ഉള്ള മാർഗരേഖ തര പര അങ്ങനെയൊക്കെയാണ്. MA പഠിക്കുന്ന കുട്ടികൾക്ക് തര പര എന്ന് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? അല്ലെങ്കിൽ MA പഠിക്കുന്ന കുട്ടികൾക്ക് ABCD എന്ന് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. വിവേക സ്രോതസ്സായ ഫുർഖാൻ അത് ആദ്യം വ്യക്തിക്ക് ബാലപാഠം മാത്രമാണ്. അത് ആവർത്തിച്ച് വായിക്കുന്നവർക്ക് അത് തികഞ്ഞ ഒരു ഗവേഷണ ഗ്രന്ഥമാണ്. നേരത്തെ പറഞ്ഞത് സാധാരണ അർത്ഥത്തിൽ മനുഷ്യർക്ക്, മൃഗങ്ങൾക്കല്ല, മനുഷ്യർക്ക് ഇതൊരു മാർഗരേഖയാണ്. പ്രത്യക്ഷത്തിൽ ഒരുപാട് കൽപ്പനകൾ കാണാം. ഫുർഖാനിൽ കൂടുതൽ ഇറങ്ങിച്ചെന്ന് കഴിഞ്ഞാൽ അലിഫ് ലാമീം റാ ത്വാഹ യാസീൻ തുടങ്ങിയ കുറേ അലാമത്തുകൾ കാണാം. ആ അലാമത്തുകൾ സാലിക്കൽ കിതാബ്, ആ കിതാബുകൾ ഹുദൻ ലിൽ മുത്തഖീൻ, അത് കീപ്പ് ചെയ്യുന്നവർക്ക്, പരിപാലിക്കുന്നവർക്ക് വേറൊരു മാർഗരേഖയാണ്. കുറെ കൂടി
ഉന്നത തലത്തിലുള്ള കുറെ കൂടി ഉയർന്ന ഒരു മാർഗരേഖയാണ്. ഇതൊന്നും അറിയാതെയാണ് നമ്മുടെ ജാമിദ ടീച്ചർ തൻ്റെ ഭക്തന്മാരെ, നിഷ്കളങ്ക ഭക്തന്മാരെ ഫുൾ പിരികളാക്കി മാറ്റാൻ ശ്രമിക്കുന്നത്. ഇനി ഈ ജാമിദ ടീച്ചർ ഭക്തജനങ്ങൾക്ക് എന്ന് പറഞ്ഞത് ആ 4-ാമത്തെ വചനത്തിന്റെ അവസാനമാണ്. മുത്തക്കീൻ എന്ന വാക്കിന്റെ അർത്ഥം കൊണ്ടുപോയിട്ട് ആ 4-ാമത്തെ വചനത്തിന്റെ അവസാനം വിടുന്നത് മലയാള വിവർത്തനത്തിൽ വരുന്ന ഒരു കുഴപ്പമാണ്. മലയാളത്തിൽ വിവർത്തനം ചെയ്യുമ്പോൾ മനസ്സിലാകാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യുന്നത്. മുത്തക്കീൻ എന്ന വാക്കിന്റെ അർത്ഥം ഭക്തജനങ്ങൾ എന്നല്ല. മുത്തക്കീൻ എന്ന വാക്കിന്റെ അർത്ഥം അത് പരിപാലിക്കുന്നവർ, അത് കീപ്പ് ചെയ്യുന്നവർക്ക്, അത് വേണ്ട രീതിയിൽ കരുതേണ്ട വിധം കരുതുന്നവർക്ക്. ആ മുത്തക്കീൻ എന്ന വാക്കാണ് ജാമിദ ടീച്ചർ പുരോഹിതന്മാരുടെ, ജാമിദ ടീച്ചറുടെ ഭാഷയിൽ പറഞ്ഞാൽ ലിംഗം കൊണ്ട് ചിന്തിക്കുന്ന പുരോഹിതന്മാരുടെ വിവർത്തനം വാരി വിഴുങ്ങിയിട്ട് ജാമിദ ടീച്ചർ പറഞ്ഞിരിക്കുന്നത് മുത്തക്കീൻ എന്ന വാക്കിൽ ഭക്തജനങ്ങൾ എന്നാണ്. ഇനി ഈ മുത്തക്കീൻ ആരാണ്? ഈ മുത്തക്കീൻ എന്ന വിഭാഗത്തിൽപ്പെടുന്ന ആൾക്കാരുടെ ലക്ഷണങ്ങളാണ് പിന്നെ പറയുന്നത്. അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബി വയുഖീമൂന സ്വലാത്ത വമിമ്മാ റസ്ഖ്നാഹും യുൻഫിഖൂൻ വല്ലദീന യുഅ്മിനൂന ബിമാ ഉൻസില ഇലൈക വമാ ഉൻസില മിൻ ഖബ്ലിക വബിൽ ആഖിറതി ഹും യൂഖിനൂൻ. മുത്തഖീങ്ങളുടെ ലക്ഷണങ്ങളിൽ പറയുന്ന ഒന്നാമത്തെ കാര്യം അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബി, അദൃശ്യങ്ങളിൽ വിശ്വസിക്കുന്നവരാണ് അവർ. ഈ വാക്കെടുത്തിട്ടാണ് ജാമിദ ടീച്ചർ പറയുന്നത്. നേരത്തെ പറഞ്ഞു, ഖുർആൻ പറഞ്ഞു മുഴുവൻ മനുഷ്യർക്കും വേണ്ടിയിട്ടാണെന്ന്. പക്ഷേ ഇപ്പോൾ ഖുർആൻ പറയുന്നു അദൃശ്യങ്ങളിൽ വിശ്വസിക്കുന്ന ഭക്തന്മാർക്ക് വേണ്ടി മാത്രമാണ്. അല്ലയോ മനുഷ്യരെ, നിങ്ങളെ നാം ഒരു പുരുഷനിൽ നിന്നും ഒരു സ്ത്രീയിൽ നിന്നും സൃഷ്ടിക്കുകയും നിങ്ങൾ പരസ്പരം തിരിച്ചറിയുന്നതിന് വേണ്ടി നിങ്ങളെ നാം വിവിധ വർഗങ്ങളും ഗോത്രങ്ങളുമാക്കുകയും ചെയ്തിരിക്കുന്നു. നിശ്ചയമായും അല്ലാഹുവിങ്കൽ നിങ്ങളിൽ ഏറ്റവും ആദരണീയൻ, നിങ്ങളിൽ ഏറ്റവും ഭക്തിയുള്ളവനാണ്. നിശ്ചയമായും അല്ലാഹു സർവജ്ഞനും സൂക്ഷ്മജ്ഞനും അത്രേ. വേറൊരു കാര്യം കൂടി മനസ്സിലായില്ലേ? ഈ ഖുർആൻ എന്ന ഗ്രന്ഥം ആദമിനും ഹവ്വയ്ക്കും ബാധകമല്ല, അതിന് ശേഷം വരുന്നവർക്കാണ് ബാധകമായിട്ടുള്ളത്. അല്ലയോ മനുഷ്യരെ, അതും മനുഷ്യരല്ലേ. മനസ്സിലായില്ലേ? ജാമിദ ടീച്ചറുടെ ചോദ്യം മനസ്സിലായില്ലേ? ജാമിദ ടീച്ചർ ചോദിക്കുന്നത് ആദമും ഹവ്വയും മനുഷ്യരല്ലേ, അവർക്ക് എന്തുകൊണ്ട് ഈ ഖുർആൻ ബാധകമല്ല എന്നാണ് ചോദിക്കുന്നത്. ജാമിദ ടീച്ചർ ഈ ചോദ്യം ചോദിക്കുന്നത് ജാമിദ ടീച്ചറുടെ അരപ്പിരി ലൂസുകളായ ഭക്തന്മാരോടാണ് എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. അവരെ ഫുൾ പിരികളാക്കി മാറ്റാൻ വേണ്ടിയാണ്. നേരത്തെ ജാമിദ ടീച്ചർ പറഞ്ഞ തുടക്കത്തിൽ ജാമിദ ടീച്ചർ പറഞ്ഞത് പ്രവാചകന് ശേഷം, അബൂബക്കറിന് ശേഷം, ഉമറിന് ശേഷം ഉസ്മാനാണ് ഖുർആൻ ക്രോഡീകരിച്ചത്. ആരുടെ നിർദ്ദേശപ്രകാരം? ഉമറിന്റെ നിർദ്ദേശപ്രകാരം. ഖബറിൽ കിടക്കുന്ന ഉമർ വന്നിട്ട് ഉസ്മാനോട് പറഞ്ഞു ഖുർആൻ ക്രോഡീകരിക്കണമെന്ന്. അങ്ങനെ ഉസ്മാൻ ഖുർആൻ ക്രോഡീകരിക്കുന്നു. ഇപ്പൊ ജാമിദ ടീച്ചർ പറയുന്നു ഈ ഖുർആൻ എന്തുകൊണ്ട് ആദമിനും ഹവ്വക്കും ബാധകമല്ല. എൻ്റെ പൊന്നു ജാമിദ ടീച്ചറെ, ജീസസ് എന്ന പ്രവാചകൻ ജീവിച്ചത് ഖുർആൻ അനുസരിച്ചല്ല, അദ്ദേഹത്തിനുള്ള കൽപ്പനയായ ബൈബിൾ അനുസരിച്ചാണ്. ജീസസിന് ഒരിക്കലും ഖുർആൻ അനുസരിച്ച് ജീവിക്കാൻ കഴിയില്ല. കാരണം ജീസസിന് ശേഷം ഏതാണ്ട് 500 കൊല്ലങ്ങൾക്ക് ശേഷം മുഹമ്മദ് നബിക്കാണ് ഖുർആൻ അവതരിച്ചത്. മോസസ് പ്രവാചകൻ അനുസരിച്ച കൽപ്പനകൾ തൗറാത്താണ്, ഇഞ്ചീലല്ല, ബൈബിളല്ല. കാരണം മോസസിന് ശേഷമാണ് ഇഞ്ചീൽ, ബൈബിൾ അവതരിച്ചത്. മോസസിനും എത്രയോ വർഷങ്ങൾക്ക് മുമ്പുള്ള പ്രവാചകനായ ആദമിന് തൗറാത്ത് തന്നെ അനുസരിച്ച് ജീവിക്കാൻ കഴിയില്ല. എന്നിട്ടല്ലേ ഇഞ്ചീൽ, അതിനുശേഷമല്ലേ ഖുർആൻ. ടീച്ചറെ, ഈ ഖുർആൻ അവതരിച്ചത് മുഹമ്മദ് നബിക്കാണ്. മുഹമ്മദ് നബി ആദം നബിയുടെ മുമ്പ് ജീവിച്ചിരുന്ന ഒരു പ്രവാചകനല്ല. അക്കാര്യം പോലും അറിയാത്ത ടീച്ചറെ എന്തിനാണ് ടീച്ചറുടെ അരപ്പിരി ലൂസുകളായ ഭക്തന്മാരെ ഈ ഫുൾ പിരികളാക്കി മാറ്റുന്നത്? അങ്ങനെ മാറ്റിയിട്ട് ടീച്ചർക്ക് എന്ത് ഗുണമാണുള്ളത്? ടീച്ചറുടെ വീട്ടിൽ ഒരാൾ വന്നിട്ട് വാതിലിന് മുട്ടിയിട്ട് ഇവിടെ ആരുമില്ലേ എന്ന് ചോദിച്ചാൽ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചുപോയ ടീച്ചറുടെ വല്യുമ്മയും ആ വിളി കേൾക്കണം എന്നാണോ ടീച്ചർ പറയുന്നത്? ആ വിളി കേട്ടിട്ട് ടീച്ചറുടെ വല്യുമാമ എന്തുകൊണ്ട് ഖബറിൽ നിന്ന് എണീച്ചു വന്നിട്ട് വാതിൽ തുറന്നില്ല എന്നാണോ ജാമിദ ടീച്ചർ ചോദിക്കുന്നത്?
മനസ്സിലാൻ വേണ്ടി ചോദിച്ചാണ്. ഇതൊന്നും വ്യക്തിഹത്യയായിട്ട് കാണരുത് കേട്ടോ. കാരണം ടീച്ചറുടെ നിഷ്കളങ്ക ഭക്തന്മാർക്ക് കാര്യം മനസ്സിലാകുന്നതിന് വേണ്ടിയാണ് ഞാൻ ഇങ്ങനെയൊക്കെ പ്രയോഗിക്കുന്നത്. ആദം നബി ആദ്യത്തെ പ്രവാചകനാണ്. മുഹമ്മദ് നബി അവസാനത്തെ നബിയാണ്. അവസാനത്തെ നബിക്ക് അവതരിച്ചതാണ് ഖുർആൻ. ആദ്യത്തെ പ്രവാചകനായ ആദം നബിക്ക് അവതരിച്ചതല്ല. ആദം നബിക്ക് ഖുർആൻ എന്താണെന്ന് പോലും അറിയില്ല. പിന്നെ എങ്ങനെയാണ് അദ്ദേഹം ഖുർആൻ കൽപ്പന അനുസരിച്ച് ജീവിക്കുക? ടീച്ചർ തന്നെ സ്വയം ഒന്ന് ചിന്തിച്ചു നോക്കുക. ഇനി മുഹമ്മദ് നബിയുടെ കാലത്ത് മുഹമ്മദ് നബിക്ക് അവതരിച്ചാണ് ഖുർആൻ എന്ന് പറഞ്ഞു. ജീസസ് പ്രവാചകനെ അഥവാ യേശു ക്രിസ്തുവിനെ അവതരിച്ചാണ് ബൈബിൾ എന്ന് പറഞ്ഞു. മോസസിനെ അവതരിച്ചാണ് ഓൾഡ് ടെസ്റ്റ്മെന്റ് തോറ എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഒരു സംശയം വരാം. ആദം നബിക്ക് അവതരിച്ചത് എന്ത് എന്ന് ചിലരെങ്കിലും ചോദിച്ചേക്കാം. ആദം നബിക്ക് അവതരിച്ചത് 10 കൽപ്പനകളാണ്. ആ 10 കൽപ്പനകൾ കൂടുതൽ വിശദീകരിക്കുക മാത്രമാണ് ഖുർആൻ ചെയ്യുന്നത്, അഥവാ ഫുർഖാൻ ചെയ്യുന്നത്. ഇനി ആ 10 കൽപ്പനകൾ കേൾക്കണമെങ്കിൽ ടീച്ചർ കേട്ടോളൂ, ഞാൻ പറഞ്ഞുതരാം. ഒന്നാമത്തെ കൽപ്പന, ലാ തജ്അൽ മഅല്ലാഹി ഇലാഹൻ ആഖർ. ഇത് അറബിയിലുള്ള കൽപ്പനയാണ്. ആദം നബിക്ക് ഇറങ്ങിയത് ഈ ഭാഷയിലല്ല, ഇപ്പം ഞാൻ സംസാരിക്കുന്ന ഭാഷയിലല്ല. ആദം നബി ഏത് ഭാഷയാണ് ഉപയോഗിച്ചത് ആ ഭാഷയിലാണ് ആദം നബിക്ക് ഈ 10 കൽപ്പനകൾ ഇറങ്ങിയത്. രണ്ടാമത്തെ കൽപ്പന, വല തൻഹർ ഹുമാ. ഒന്നാമത്തെ കൽപ്പന ഞാൻ അതിന്റെ അർത്ഥം പറഞ്ഞില്ല, അതുകൊണ്ടാണ് ആവർത്തിക്കുന്നത്. ഒന്നാമത്തെ കൽപ്പന, ലാ തജ്അൽ മഅല്ലാഹി ഇലാഹൻ ആഖർ. ദൈവത്തിന്റെ കൂടെ മറ്റൊരാളെ നിങ്ങൾ ദൈവമായി സങ്കല്പിക്കരുത്. രണ്ടാമത്തെ കൽപ്പന, വല തൻഹർ ഹുമാ. മാതാപിതാക്കളെ ഒരർത്ഥത്തിലും നിങ്ങൾ വെറുക്കരുത്. മൂന്നാമത്തെ കൽപ്പന, വല തുബദ്ദിർ തബ്ദീറ. നിങ്ങൾ ധനം നൽകേണ്ടവർക്ക് നൽകാതെ ദൂർത്തടിക്കരുത്. നാലാമത്തെ കൽപ്പന, വല തജ്അൽ യദക മഗ്ലൂലതൻ ഇലാ ഉൻകിക വല തബ്സുത് കുല്ല ബസ്ത്. മുഴുവനായിട്ടും അങ്ങ് ചെലവാക്കുകയോ തീരെ ചെലവാക്കാതിരിക്കുകയോ ചെയ്യരുത്. അഞ്ചാമത്തെ കൽപ്പന, വല തഖ്തുലു ഔലാദകും ഖശിയത ഇംലാഖ്. ദാരിദ്ര്യ ഭയത്താൽ നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ കൊന്നുകളയരുത്. ആറാമത്തെ കൽപ്പന, വല തഖ്റബു സിന. വ്യഭിചാരത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുക പോലും അരുത്. ഏഴാമത്തെ കൽപ്പന, വല തഖ്തുലു നഫ്സല്ലത്തി ഹറമല്ലാഹു ഇല്ലാ ബിൽ ഹഖ്. ദൈവം പാവനമായി പരിഗണിച്ച ജീവൻ നിങ്ങൾ അനാവശ്യമായി ഹനിക്കരുത്. എട്ടാമത്തെ കൽപ്പന, വല തഖ്റബു മാൽ യതീമ ഇല്ലാ ബില്ലത്തി ഹിയ അഹ്സൻ. നീതിയോടെയല്ലാതെ അനാഥകളുടെ ധനത്തിൽ കൈവക്കരുത്. ഒൻപതാമത്തെ കൽപ്പന, വല തഖ്ഫ് മാ ലൈസ ലക ബിഹി ഇൽം. അറിവില്ലാത്ത കാര്യങ്ങളിൽ പോയിട്ട് തലയിടരുത്. പത്താമത്തെ കൽപ്പന, വല തംശി ഫിൽ അർളി മർഹ. ഭൂമിയിൽ നിങ്ങൾ നിഗളിച്ച് നടക്കരുത്. ഈ 10 കൽപ്പനകളാണ് പ്രപഞ്ചത്തിൽ ആദ്യമായി അവതരിച്ചത്. ദൈവം മനുഷ്യന് മുമ്പിൽ അവതരിപ്പിച്ച ആദ്യത്തെ 10 കൽപ്പന. ഈ 10 കൽപ്പന അവതരിപ്പിച്ചത് ആദം നബിക്കാണ്. ആദം നബിക്ക് ഖുർആൻ അവതരിപ്പിച്ചിട്ടില്ല. ഈ 10 കൽപ്പനകൾ മാത്രമേ അവതരിപ്പിച്ചിട്ടുള്ളൂ. ആദം നബിക്കാണ് ഖുർആൻ അവതരിപ്പിച്ചത് എങ്കിൽ ആദം നബി ഖുർആൻ അനുസരിച്ച് ജീവിക്കേണ്ടി വരുമായിരുന്നു. പക്ഷേ ഖുർആൻ അവതരിച്ചത് മുഹമ്മദ് നബിക്കാണ്. ആദം നബിക്കും എത്രയോ വർഷങ്ങൾക്ക് ശേഷം. അല്ലാതെ ടീച്ചർ പറയുന്ന പോലെ ഈ ആദം നബി മുഹമ്മദ് നബിക്ക് ശേഷമുള്ള ഒരു വ്യക്തിയല്ല. എന്തിനാണ് ടീച്ചറെ താങ്കളുടെ അരപ്പിരി യൂസുകളായ ഭക്തന്മാരെ ഇങ്ങനെയൊക്കെ പറഞ്ഞ് വിശ്വസിപ്പിക്കുന്നത്? എന്തിനാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞ് അവരെ ഫുൾ പിരികളാക്കി മാറ്റുന്നത്? നമുക്ക് ടീച്ചറുടെ ഉദ്ധരണി നോക്കാം. ഇതാണ് ജാമിദ ടീച്ചർ ഉദ്ധരിച്ച വചനം. അധ്യായം 49, ഹുജുറാത്ത്, സൂചകം 13. യാ അയ്യുഹന്നാസ് ഇന്നാ ഖലഖ്നാകും മിൻ സകരി വ ഉൻസ വജഅൽനാകും ശൂബൻ വഖബായില ലിത്തആറഫു. മനുഷ്യരെ പരസ്പരം തിരിച്ചറിയുന്നതിന് വേണ്ടി ദൈവം മനുഷ്യരെ വ്യത്യസ്ത ഗോത്രങ്ങളും വർഗങ്ങളും ആക്കി മാറ്റി എന്നാണ് ഈ വചനത്തിലുള്ളത്. ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും. നിശ്ചയമായും ദൈവത്തിൻ്റെ അടുക്കൽ നിങ്ങളിൽ ഏറ്റവും ആദരണീയൻ നിങ്ങളിൽ ഏറ്റവും ഭക്തനാകുന്നു. ഇന്നല്ലാഹ അലീമും ഖബീർ. ദൈവം സർവജ്ഞനും സൂക്ഷ്മജ്ഞാനിയുമാണ്. ഈ വചനം എടുത്തുകൊണ്ട് ജാമിദ ടീച്ചർ സമർത്ഥിക്കുന്നത്
ദൈവം തന്നെ മനുഷ്യരെ വിഭജിച്ചു തമ്മിലടിപ്പിക്കുന്നു എന്നാണ്. പക്ഷേ ഈ വചനത്തിൽ കൃത്യമായി പറയുന്നുണ്ട് ലിതഅറഫൂ, പരസ്പരം തിരിച്ചറിയുന്നതിന് വേണ്ടി. എൻ്റെ ജാമില ടീച്ചറെ, നമുക്കിന്ന് നമ്മുടെ ഭരണഘടന അനുസരിച്ച് ജീവിക്കാൻ സാധിക്കുന്നത് ഒരു മനുഷ്യൻ്റെ വിരൽത്തുമ്പ് മറ്റൊരു മനുഷ്യരിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായതുകൊണ്ടാണ്. ഒരു പ്രതിയെ നമുക്ക് പിടിക്കാൻ സാധിക്കുന്നത് ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യരിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായതുകൊണ്ടാണ്. ടീച്ചർക്ക് സർക്കാരിൽ നിന്നുള്ള ആനുകൂല്യങ്ങൾ, എന്തെങ്കിലും ആനുകൂല്യങ്ങൾ കിട്ടുന്നുണ്ടെങ്കിൽ ടീച്ചർ മറ്റൊരു സ്ത്രീയിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായതുകൊണ്ടാണ്. ടീച്ചറെ, ഒരു പ്രസ്സിൽ നിന്ന് ഇറങ്ങുന്ന പുസ്തകങ്ങൾ പരസ്പരം തിരിച്ചറിയാൻ എന്ത് മാർഗമാണ് ടീച്ചറുടെ കയ്യിലുള്ളത്? ടീച്ചർ അതിൽ നിന്ന് 2 പുസ്തകങ്ങൾ എടുത്തിട്ടുണ്ട്. ഒരു പുസ്തകത്തിൻ്റെ മുകളിൽ ടീച്ചറുടെ മകൻ്റെ പേരും മറ്റൊരു പുസ്തകത്തിൻ്റെ മുകളിൽ ടീച്ചറുടെ മകളുടെ പേരും കുറിച്ചു വെക്കേണ്ടി വരും. എങ്കിൽ മാത്രമേ ആ 2 പുസ്തകങ്ങൾ പരസ്പരം തിരിച്ചറിയാൻ ജാമില ടീച്ചർക്ക് സാധിക്കുകയുള്ളൂ. ടീച്ചറെ, ഒരു ഫാക്ടറിയിൽ നിന്ന് ഇറങ്ങുന്ന എല്ലാ കാറുകളും ഏതാണ്ട് ഒരുപോലെയാണ്. പക്ഷേ ഈ കാറിൻ്റെ നിർമ്മാതാക്കൾ കാറുകൾ പരസ്പരം തിരിച്ചറിയുന്നതിന് വേണ്ടി അതിന് ഒരു നമ്പർ കൊടുക്കുന്നുണ്ട്. അതിന് ചേസ് നമ്പർ എന്ന് പറയും. ഈ ചേസ് നമ്പർ ഇല്ലായിരുന്നുവെങ്കിൽ പല തട്ടിപ്പുകളും നമ്മൾ ജീവിക്കുന്ന ഈ കാലത്ത് ഇവിടെ നടക്കുമായിരുന്നു. കാറിൻ്റെ രജിസ്ട്രേഷൻ കാറുകളെ തിരിച്ചറിയാനുള്ള നമ്പറാണ്. പക്ഷേ ഒരു കാറിന് രജിസ്ട്രേഷൻ കിട്ടുന്നതിന് മുമ്പ് തന്നെ കാറുകളെ തിരിച്ചറിയുന്നത് അതിൻ്റെ ചേസ് നമ്പർ നോക്കിയിട്ടാണ്. ഒരേ നിറത്തിലുള്ള 2 കാറുകൾ പരസ്പരം നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നത് അതിൻ്റെ ചേസ് നമ്പർ നോക്കിയിട്ടാണ്. ടീച്ചറെ, ഈ ലോകത്ത് ഇന്നേ വരെ ജീവിച്ചു മരിച്ച കോടാനുകോടി ജനങ്ങൾ ഒരു പ്രസ്സിൽ നിന്ന് ഇറങ്ങുന്ന പുസ്തകങ്ങൾ പോലെയോ അല്ലെങ്കിൽ ഒരു ഫാക്ടറിയിൽ നിന്ന് ഇറങ്ങുന്ന കാറുകൾ പോലെയോ ഒന്നിനൊന്ന് ഒരു വ്യത്യാസവുമില്ലാതെ തുല്യമാണെങ്കിൽ എങ്ങനെയാണ് ടീച്ചറെ മനുഷ്യർക്ക് ഇവിടെ ജീവിക്കാൻ സാധിക്കുക? അതുകൊണ്ടാണ് സർവശക്തനായ ദൈവം, സർവജ്ഞനായ ദൈവം, സർവതന്ത്രജ്ഞനായ ദൈവം ഒരു മനുഷ്യനെ മറ്റൊരു മനുഷ്യനിൽ നിന്ന് തികച്ചും വ്യത്യസ്തനായി സൃഷ്ടിച്ചത്. എന്ന് മാത്രമല്ല, വളരെ പെട്ടെന്ന് തിരിച്ചറിയുന്നതിന് വേണ്ടിയിട്ട് ആ മനുഷ്യരെ വ്യത്യസ്ത ഗോത്രങ്ങളും വ്യത്യസ്ത വർഗങ്ങളുമാക്കി മാറ്റി. ജാമില ടീച്ചർ പറയുന്ന പോലെ വ്യത്യസ്ത ഗോത്രങ്ങളും വ്യത്യസ്ത വർഗങ്ങളുമാക്കി മാറ്റിയത് പരസ്പരം തല്ലുകൂടാൻ വേണ്ടിയല്ല. അക്കാര്യം ടീച്ചറുടെ ഭക്തന്മാരെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചാൽ മതി, പൊതുജനങ്ങളെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കരുത്. കാരണം പൊതുജനങ്ങൾക്കറിയാം എല്ലാ മനുഷ്യരും തുല്യരായിരുന്നുവെങ്കിൽ, ഒരേ അച്ചിൽ വാർത്തതുപോലെ ആയിരുന്നുവെങ്കിൽ ഇവിടെ പരസ്പരം തിരിച്ചറിയാൻ ഒരുപാട് ബുദ്ധിമുട്ട് വരുമായിരുന്നു. കാറിന് കൊടുക്കുന്ന ചേസ് നമ്പർ പോലെ പ്രത്യേക നമ്പർ ഓരോ മനുഷ്യൻ്റെ ശരീരത്തിലും കുത്തിവെക്കേണ്ടി വരുമായിരുന്നു. നമുക്ക് ടീച്ചറുടെ അടുത്ത ഉദ്ധരണി നോക്കാം. നാം ഒരു പുരുഷനിൽ നിന്നും ഒരു സ്ത്രീയിൽ നിന്നും സൃഷ്ടിക്കുകയും, അപ്പോൾ ആദവും ഹവ്വയും ഒരു ജോഡി മനുഷ്യരായിരുന്നു, അവരിൽ നിന്നും. അപ്പോ അവരുടെ മക്കൾ പരസ്പരം ഭോഗിച്ചിട്ടാണ് അടുത്ത തലമുറയെ ഉണ്ടാക്കിയത്. ആദമിന്റെയും ഹവ്വയുടെയും മക്കൾ പരസ്പരം ഭോഗിച്ചിട്ടാണ് അടുത്ത തലമുറയെ ഉണ്ടാക്കിയത് എന്നാണ് പ്രപഞ്ചത്തിലെ മഹാ ടീച്ചറായ ജാമില ടീച്ചർ തൻ്റെ ഭക്തജനങ്ങൾക്ക് മുമ്പ്, അരപ്പിരിലൂസുകളായ ഭക്തജനങ്ങൾക്ക് മുമ്പ് അവതരിപ്പിക്കുന്നത്. എങ്ങനെ? ആദം നബിയുടെയും ഹവ്വയുടെയും മക്കൾ പരസ്പരം ഭോഗിച്ചിട്ടാണ് അടുത്ത തലമുറ ഉണ്ടാക്കിയത് എന്ന്. ഈ ആദം ഹവ ദമ്പതികൾക്ക് 2 കുട്ടികൾ, ഒന്ന് കാബിൽ, മറ്റൊന്ന് ഹാബിൽ. ടീച്ചർ ധരിച്ചത് ഈ ഹാബീൽ എന്ന് പറഞ്ഞാൽ ആണും കാബീൽ എന്ന് പറഞ്ഞാൽ പെണ്ണും ആണ്. എൻ്റെ ടീച്ചറെ 2 ആൺകുട്ടികളാണ്. ഹാബീലും ആണാണ്, കാബീലും ആണാണ്. ഇവരെങ്ങനെയാണ് പരസ്പരം ഭോഗിക്കുക? ഈ 2 ആൺകുട്ടികൾ പരസ്പരം ഭോഗിച്ചാൽ എങ്ങനെയാണ് അടുത്തൊരു തലമുറ ഉണ്ടാവുക? ടീച്ചർ എന്താണ് ടീച്ചറുടെ ഭക്തന്മാർക്ക് പറഞ്ഞു കൊടുക്കുന്നത്? 2 പുരുഷന്മാർ തമ്മിൽ ഭോഗിച്ചിട്ട് ഒരു പുതിയ തലമുറ ഉണ്ടാക്കിയെന്നാണോ? എന്താണ് ടീച്ചറെ? ടീച്ചർക്ക് എന്ത് പറ്റി? ഹാബീലും കാബീലും 2 ആൺകുട്ടികളും. ഇവിടെ മറ്റൊരു ചോദ്യം ഉദിക്കുന്നുണ്ട്. ടീച്ചർക്കാണോ വട്ട്, അല്ല ഈ പറയുന്ന ആൾക്കാണോ വട്ട് എന്ന് നിങ്ങൾ ചിന്തിച്ചേക്കാം. 2 ആൺകുട്ടികളാണെങ്കിൽ പിന്നെ എങ്ങനെ പുതിയ തലമുറയുണ്ടായി? നല്ലൊരു ചോദ്യമാണ്. ഹാബീലും ആണാണ്, കാബീലും ആണാണ്. അതിലൊന്ന് പെണ്ണല്ല.
രണ്ടും ആൺകുട്ടികളാണ്. പിന്നെ ഇങ്ങനെ എടുത്ത തലമുറയുണ്ടായി. നല്ല ചോദ്യം. ഈ ചോദ്യത്തിന് അതിവിശാലമായ ഒരു ഉത്തരമുണ്ട്. ആ ഉത്തരം ഇങ്ങനെയാണ്: നിങ്ങൾ ആകസ്മിക പരിണാമവും ആസൂത്രിത പരിണാമവും എന്താണെന്ന് പഠിക്കണം. ആസൂത്രിത പരിണാമം ഖുർആനിൽ അഥവാ വിവേക സ്രോതസ്സായ ഫുർഖാനിൽ വ്യക്തമായിട്ട് വിശദീകരിക്കുന്നുണ്ട്. പക്ഷേ ഫുർഖാനിൽ നിങ്ങൾക്ക് ആകസ്മിക പരിണാമം കാണാൻ സാധിക്കില്ല. ആ കാര്യങ്ങൾ ഇപ്പോൾ നമ്മൾ വിശദീകരിക്കുന്നില്ല. ഇപ്പോൾ വിശദീകരിച്ചാൽ ടീച്ചറുടെ ഈ വീഡിയോയിലുള്ള കാര്യങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാൻ സാധിക്കില്ല. അതുകൊണ്ട് പിന്നെ അടുത്തൊരു വീഡിയോയിൽ ഞാനത് വ്യക്തമായിട്ട് വിശദീകരിക്കാം. ഇനി നമുക്ക് ടീച്ചറുടെ അടുത്ത ഭാഗം നോക്കാം. അപ്പോൾ രക്തബന്ധങ്ങളിലുള്ള ലൈംഗിക ബന്ധം യുക്തിവാദികളിലാണോ ഉള്ളത്, മതവാദികളിലാണോ ഉള്ളത്, ദിവ്യഗ്രന്ഥത്തിലാണോ ഉള്ളത് എന്ന് ബുദ്ധിയുള്ളവർ ചിന്തിക്കുക. ബുദ്ധിയുള്ളവർക്ക് ചിന്തിക്കാം. രക്തബന്ധത്തിലുള്ള ലൈംഗിക ബന്ധം ദിവ്യഗ്രന്ഥത്തിലുമല്ല, മതവാദികളിലുമല്ല, സ്വതന്ത്ര ചിന്തകരിൽ മാത്രമാണ്. യുക്തിവാദികളിലല്ല കേട്ടോ, സ്വതന്ത്ര ചിന്തകരിൽ. ഈ യുക്തിവാദികളും സ്വതന്ത്ര ചിന്തകരും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. യുക്തിവാദികൾ എന്ന് പറഞ്ഞാൽ രണ്ടു വിധത്തിലുണ്ട്. ഒന്ന് യുക്തി ഉണ്ട് എന്ന് വാദിക്കുന്നവരും, മറ്റൊന്ന് യുക്തി കൊണ്ട് വാദിക്കുന്നവരും. ഈ യുക്തി കൊണ്ട് വാദിക്കുന്നവരെ നമ്മൾ ഹക്കീം എന്ന് മാറ്റി നിർത്താം. അവർ നമ്മൾ മാറ്റി നിർത്തുന്നു ഹക്കീം. അവർ തികഞ്ഞ ദൈവഭക്തന്മാരാണ്. ഈ യുക്തി ഉണ്ട് എന്ന് വാദിക്കുന്നവരെയാണ് നമ്മൾ സാധാരണ മലയാളത്തിൽ യുക്തിവാദികൾ എന്ന് പരിചയപ്പെടുത്തുന്നത്. ഈ യുക്തിവാദികൾ എന്ന് പറഞ്ഞാൽ പാവം ഇടതുപക്ഷ ചിന്താഗതിക്കാരാണ്. പക്ഷേ ടീച്ചറും ജബ്ബാർ മാഷും അയ്യൂബ് മൗലവിയും നാസർ മാവൂരനും സി രവിചന്ദ്രനും അടക്കമുള്ള സ്വതന്ത്ര ചിന്തകർ ഇടതുപക്ഷ ചിന്താഗതിക്കാരല്ല, തീവ്ര വലതുപക്ഷ ചിന്താഗതിക്കാരാണ്. യുക്തിവാദികളും നിങ്ങളും തമ്മിൽ ആനയും അമ്പാഴങ്ങും തമ്മിലുള്ള വ്യത്യാസമുണ്ട്. യുക്തിവാദികൾ ആനയാണെങ്കിൽ നിങ്ങൾ അമ്പാഴങ്ങ മാത്രമാണ്. ആനയുടെ ഒരു ചവിട്ട് കൊണ്ടാൽ ചീഞ്ഞു പോകുന്ന വെറും അമ്പാഴങ്ങ. നിങ്ങൾ തീവ്ര വലതുപക്ഷത്തിന് വേണ്ടിയിട്ടാണ് നിലകൊള്ളുന്നത്. നിങ്ങളുടെ നാവിൽ നിന്നും, ടീച്ചറുടെ സഹപ്രവർത്തകരായ പല സ്വതന്ത്ര ചിന്തകരുടെ നാവിൽ നിന്നും അത് വ്യക്തമായതാണ്. ഈ സ്വതന്ത്ര ചിന്തകർ എന്ന് പറയുന്ന സകല ജീവികളും യുക്തിവാദികളല്ല, സ്വതന്ത്ര ചിന്തകൾ തീവ്ര വലതുപക്ഷ ചിന്താഗതിക്കാരാണ്. ഇനി ഈ ജാമ്യത ടീച്ചർക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ എന്താണ് ഈ ഇടതുപക്ഷ ചിന്താഗതി, എന്താണ് ഈ വലതുപക്ഷ ചിന്താഗതി എന്ന് ടീച്ചർക്ക് മനസ്സിലായിട്ടെങ്കിൽ ഞാൻ ഒന്നുകൂടി പറഞ്ഞുതരാം. യുക്തി ഉണ്ട് എന്ന് വാദിക്കുന്ന യുക്തിവാദികൾ കമ്മ്യൂണിസത്തിലും മാർക്സിസത്തിലും വിശ്വസിക്കുന്നവരാണ്. എന്നാൽ ഈ സ്വതന്ത്ര ചിന്തകർ എന്ന് അവകാശപ്പെടുന്നവർ ഫാസിസത്തിൽ വിശ്വസിക്കുന്നവരാണ്. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ അവർ സംഘികളുടെ ചാരന്മാരാണ്. ഇനി നമുക്ക് ടീച്ചറുടെ അടുത്ത ഉദ്ധരണി നോക്കാം. 16-ാം അധ്യായം സൂറത്തുൻ നഹ്ൽ 93. ഇനി ആദ്യം വായിച്ചിരുന്നു പറഞ്ഞിട്ടുണ്ട് പോലുണ്ടാകട്ടെ. വലൗ ശാഅ അല്ലാഹു ലജഅലകും ഉമ്മതൻ വാഹിദ വലാകിൻ യുദില്ലു മൻ യശാഉ വയഹ്ദി മൻ യശാഉ. അല്ലാഹു ഇച്ഛിച്ചിരുന്നെങ്കിൽ നിശ്ചയമായും അവൻ നിങ്ങളെ ഒരൊറ്റ സമുദായമാക്കുമായിരുന്നു. എന്നാൽ അവൻ ഇച്ഛിക്കുന്നവരെ അവൻ വഴിപിഴപ്പിക്കുകയും അവൻ ഇച്ഛിക്കുന്നവരെ അവൻ നേർവഴിയിലാക്കുകയും ചെയ്യുന്നു. നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെ കുറിച്ച് നിശ്ചയമായും നിങ്ങൾ ചോദ്യം ചെയ്യപ്പെടുന്നതാണ്. ഈ ഖുർആൻ വാചകത്തിൽ എങ്ങാനും പരസ്പര വിരുദ്ധതയുണ്ട് എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങൾ നമ്മുടെ തലയിടും. ജാമിദ ടീച്ചർ ഇപ്പോൾ ഉദ്ധരിച്ച ഖുർആൻ വചനത്തിലെങ്ങാനും പരസ്പര വിരുദ്ധതയുണ്ട് എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങൾ ടീച്ചറുടെ തലയെടുക്കും. ഇപ്പോൾ നമ്മൾ ഇവിടെ കണ്ട ഈ വീഡിയോയിൽ കണ്ട ടീച്ചറുടെ തല, ഈ തലക്ക് നമ്മൾ തല എന്നല്ല പറയാം. അതിന് പറയുന്ന പേരാണ് തൊണ്ട് എന്ന്. അതായത് ഉള്ളിൽ തേങ്ങയില്ലാത്ത, ഉടക്കാത്ത ചിരട്ട, മുഴുവനായിട്ടും ചിരട്ടയുള്ള, ഉള്ളിൽ തേങ്ങയില്ലാത്ത തൊണ്ട്. ഇതാണ് നമ്മളിപ്പോൾ ജാമിദ ടീച്ചറുടെ ഉടലിന് മുകളിൽ കണ്ട തല. അതിനകത്തുള്ള തേങ്ങ മുഴുവനും മുസ്ലിങ്ങൾ എടുത്തുകൊണ്ടുപോയി. അതാണ് ടീച്ചർ പറഞ്ഞത്. ഈ വചനത്തിലെങ്ങാനും പരസ്പര വിരുദ്ധതയുണ്ട് എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങൾ തലയെടുക്കുന്നു. അപ്പോൾ ജബ്ബാർ മാഷുടെ തലയും അയ്യൂബ് മൗലവിയുടെ തലയും നാസർ മാവൂരന്റെ തലയും സി രവിചന്ദ്രന്റെ തലയും ഒക്കെ മുസ്ലിങ്ങൾ നേരത്തെ എടുത്തുകൊണ്ടുപോയി. ഇപ്പോൾ അവരുടെ ഉടലിന് മുകളിൽ കാണുന്നത് വെറും തൊണ്ടുകൾ മാത്രമാണ്.
അതിൻ്റെ അകത്തും ഒന്നുമില്ല. ടീച്ചർ പറഞ്ഞത് സത്യമാണ്. മുസ്ലിങ്ങൾ തല നേരത്തെ എടുത്തു കൊണ്ടുപോയി. ടീച്ചറുടെ ഉടലിന് മുകളിൽ കാണുന്ന തലയിലും ഒന്നുമില്ല, അത് വെറും തൊണ്ട് മാത്രം. എൻ്റെ ടീച്ചറെ, ടീച്ചർ പറഞ്ഞതുപോലെയാണ് ആ വചനങ്ങൾക്ക് അർത്ഥമെങ്കിൽ തീർച്ചയായും ആ വചനങ്ങൾ പരസ്പരം വിരുദ്ധമാണ്. നമുക്ക് എന്താണ് ടീച്ചർ ഉദ്ധരിച്ച വചനത്തിൻ്റെ യഥാർത്ഥ അർത്ഥമെന്ന് ഒന്ന് പരിശോധിക്കാം. അധ്യായം 16 നഹൽ സൂചകം 93. ഈ വചനമാണ് ടീച്ചർ ഉദ്ധരിച്ചത്. ഇതിങ്ങനെയാണ്: വലൗ ഷാ അല്ലാഹു ലജഅലകും ഉമ്മത്തൻ വാഹിദത. ടീച്ചറെ, വചനത്തിന്റെ ആദ്യ ഭാഗത്ത് പറഞ്ഞിരിക്കുന്നത് വലൗ ഷാ അല്ലാഹു ലജഅലകും ഉമ്മത്തൻ വാഹിദത. അള്ളാഹു ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ നിങ്ങളെ ഒരു സമുദായമാക്കി മാറ്റുമായിരുന്നു. വലാകിൻ, പക്ഷേ, യുദില്ലു മൻ യശാ, അവിടെ അള്ളാഹു ഉദ്ദേശിച്ചവരെ അല്ല പിഴപ്പിക്കുന്നത്. അവിടെ മൻ യശാവു എന്നാണ് പറഞ്ഞിരിക്കുന്നത്, യശാ അള്ളാഹു എന്നല്ല. യുദില്ലു മൻ യശാവു, യുദില്ലു യശാ അള്ളാഹു എന്നാണ് പറഞ്ഞിരുന്നെങ്കിൽ അവിടെ അള്ളാഹു പിഴപ്പിക്കുന്നു എന്ന് ആകുമായിരുന്നു. പക്ഷെ അവിടെ പറഞ്ഞിരിക്കുന്നത് യുദില്ലു മൻ യശാവു, ആരാണോ സ്വയം പിഴക്കാൻ ആഗ്രഹിക്കുന്നവർ അവർ പിഴക്കുന്നു. വയഹ്ദി മൻ യശാവു, പിന്നെ പറയുന്നതും അങ്ങനെ തന്നെയാണ്. ആരാണോ സ്വയം നേർമാർഗത്തിലെത്താൻ ആഗ്രഹിക്കുന്നത് അവർ സ്വയം നേർമാർഗത്തിലെത്തും. അവിടെയും വയഹ്ദി മൻ യശാ അല്ലാഹു എന്നല്ല പറയുന്നത്. അല്ലാഹു അല്ല നേർമാർഗത്തിലാക്കുന്നത്, അല്ലാഹു അല്ല ഒരുത്തനെ പിഴപ്പിക്കുകയും ചെയ്യുന്നത്. ഒരുത്തനെ പിഴക്കുന്നത് അവൻ കാരണമാണ്, ഒരുത്തൻ നേർമാർഗത്തിലാകുന്നതും അവൻ കാരണമാണ്. ഇവിടെ ജാമിദ ടീച്ചർക്ക് അള്ളാഹുവാണ് പിഴപ്പിക്കുന്നതും അള്ളാഹുവാണ് നേർമാർഗത്തിലാക്കുന്നതും എന്ന് സ്ഥാപിച്ചെടുക്കണം. എന്നിട്ട് ജാമിദ ടീച്ചറെ എന്തുകൊണ്ട് സർവശക്തനും സർവതന്ത്രജ്ഞനും സർവാധിപതിയും സർവജ്ഞനുമായ ദൈവത്തിന് നേർമാർഗത്തിലാക്കാൻ സാധിച്ചില്ല എന്ന ഒരു ചോദ്യം ചോദിക്കും. അതിനുവേണ്ടിയാണ് മൻ യശാവു എന്ന ഭാഗം എടുത്തിട്ട് മൻ യശാ അല്ലാഹു എന്ന പോലെ ജാമിദ ടീച്ചർ അർത്ഥം പറഞ്ഞ് അരപ്പിരി ലൂസുകളെ ഫുൾപ്പിരികളാക്കി മാറ്റുന്നത്. ഇനി നമുക്ക് ജാമിദ ടീച്ചറുടെ അടുത്ത ഉദ്ധരണി ശ്രദ്ധിക്കാം. 16-ാം അധ്യായം സൂറത്തുൽ നഹ്ൽ 9-ാമത്തെ വചനം: വഅലല്ലാഹി ഖസ്ദുസ് സബീൽ വമിൻഹാ ജാഇറുൻ വലൗ ശാഅ ലഹദാകും അജ്മഈൻ. നിർവഴി കാണിച്ചു തരേണ്ടത് അല്ലാഹുവിന്റെ ബാധ്യതയാണ്. കാരണം അവയിൽ പലതും പിഴച്ചവയാണ്. അവൻ ഇച്ഛിച്ചിരുന്നെങ്കിൽ നിങ്ങളെ മുഴുവൻ അവൻ നേർവഴിയിലാക്കുമായിരുന്നു. മനുഷ്യനെ സൃഷ്ടിക്കുക, അവന് മാർഗദർശനം നൽകുക എന്നത് അള്ളാഹുവിന്റെ ബാധ്യതയാണ്. എന്ത് നൽകൽ? മാർഗദർശനം നൽകൽ അള്ളാഹുവിന്റെ ബാധ്യത. നേർവഴി കാണിച്ചു തരൽ. ആ രക്ഷിതാവ് കാണിച്ചു തരുന്ന വഴിയിൽ പിഴച്ച വഴി ഉണ്ടാകാൻ പാടുണ്ടോ? അതിൽ പിഴച്ചവയുണ്ട്. രക്ഷിതാവ്, ഒരു ഉമ്മ, ഒരു മാതാവ് മക്കൾക്ക് പിഴച്ച മാർഗത്തിന് വഴിവെട്ടി കൊടുക്കുകയോ? പിഴച്ച മാർഗത്തിലേക്ക് ദൈവം വഴിവെട്ടി കൊടുത്തു എന്ന് സ്ഥാപിക്കാനാണ് ജാമിദ ടീച്ചർ ഇവിടെ കുതന്ത്രങ്ങൾ പ്രയോഗിക്കുന്നത്. ആ വചനം നമുക്കൊന്ന് ശരിക്കൊന്ന് പരിശോധിക്കാം. വഅലല്ലാഹി ഖസ്ദു സബീൽ, നേർമാർഗം കാണിച്ചു തരേണ്ടത് ദൈവത്തിൻ്റെ ബാധ്യതയാണ്. കാരണം എന്താണെന്നറിയോ? വമിൻഹ ജാഹിറും, കാരണം ഈ വഴികളിൽ പിഴച്ച വഴികൾ ഒരുപാടുണ്ട്. പിഴച്ച വഴികൾ സൃഷ്ടിച്ചത് ദൈവം തന്നെയാണ്. എല്ലാ വഴികളും സൃഷ്ടിച്ചത് ദൈവം തന്നെയാണ്. ആ വഴികളിൽ നല്ല വഴിയുമുണ്ട്, തെറ്റിയ വഴികളുമുണ്ട്. ദൈവം നമുക്ക് നല്ല വഴി കാണിച്ചു തരുന്നില്ല എങ്കിൽ ദൈവത്തോട് തീർച്ചയായും നമുക്ക് ചോദിക്കാം, ഒരുപാട് നല്ല വഴികളും ഒരുപാട് ചീത്ത വഴികളും നീ സൃഷ്ടിച്ചു വെച്ചിട്ട് എന്തുകൊണ്ട് നല്ല വഴി ഏത് ചീത്ത വഴി ഏത് എന്ന് നീ ഞങ്ങൾക്ക് പറഞ്ഞു തന്നില്ല എന്ന് നമുക്ക് ദൈവത്തോട് അങ്ങോട്ട് ചോദിക്കാം. ഇക്കാരണത്താലാണ് ദൈവം ചീത്ത വഴികളിൽ നിന്ന് നല്ല വഴി നമുക്ക് വേർതിരിച്ച് കാണിച്ചു തരുന്നത്. അത് തന്നെയാണ് ദൈവത്തിൻ്റെ ബാധ്യത. ഇവിടെ ജാമിദ ടീച്ചർ പറയുന്നത് ദൈവം ചീത്ത വഴികൾ സൃഷ്ടിച്ചിട്ട് മനുഷ്യനെ അങ്ങോട്ടേക്ക് അയച്ചു എന്നാണ്. പക്ഷേ ഖുർആൻ വചനം പറയുന്നത് ഇങ്ങനെയാണ്: വഅലല്ലാഹി ഖസ്ദുസ് സബീൽ, നല്ല മാർഗം കാണിച്ചു തരേണ്ടത് ദൈവത്തിൻ്റെ ബാധ്യതയാണ്. കാരണം
വമിൻഹ ജാഹിറും, വഴികളിൽ ഒരുപാട് പിഴച്ച വഴികളുണ്ട്. ആ പിഴച്ച വഴികളിൽ തൻ്റെ ഉത്തമ സൃഷ്ടിയായ മനുഷ്യർ അകപ്പെട്ടു പോകാതിരിക്കാനാണ് ദൈവം മാർഗരേഖ കാണിച്ചു തരുന്നത്. ആ ദൈവം അങ്ങനെ മാർഗരേഖ എന്തിനും മനുഷ്യർക്ക് കാണിച്ചു കൊടുക്കുന്നു എന്നാണ് ജാമിദ ടീച്ചർ ചോദിക്കുന്നത്. അല്ലെങ്കിൽ ജാമിദ ടീച്ചർ അവകാശപ്പെടുന്നത് ജാമിദ ടീച്ചറെ ദൈവം പിഴച്ച വഴിയിലേക്കൂടി നടത്തിയെന്നാണ് ജാമിദ ടീച്ചർ അവകാശപ്പെടുന്നത്. ഇതിലേതാണ് ജാമിദ ടീച്ചർ ശരിക്കും പറയുന്നതെന്ന് ജാമിദ ടീച്ചർ തന്നെയാണ് വ്യക്തമാക്കേണ്ടത്. അതായത് ജാമിദ ടീച്ചർക്ക് ദൈവം നല്ല വഴി കാണിച്ചു കൊടുത്തില്ല എന്നോ, അല്ലെങ്കിൽ ജാമിദ ടീച്ചറെ ദൈവം പിഴച്ച വഴിയിലേക്കൂടി കടത്തിവിട്ടു എന്നോ ഏതാണെന്ന് ജാമിദ ടീച്ചർ വ്യക്തമാക്കുക. ആ ആയത്തിന്റെ അടുത്ത ഭാഗം ഇങ്ങനെയാണ്: വലൂഷാ ലഹദാകും അജ്മഈൻ. ഇവിടെ വലൂഷാ അല്ലാഹു എന്ന് ആയത്തിൽ പറയുന്നില്ല. പക്ഷേ ജാമിദ ടീച്ചർ കുതന്ത്രം പ്രയോഗിക്കുന്നത് വലൂഷാ അല്ലാഹു എന്ന് പറഞ്ഞതുപോലെയാണ്. ആ വചനത്തിൽ എവിടെയും വലൂഷാ അല്ലാഹു എന്നില്ല, വലൂഷാ എന്ന് മാത്രമേ ഉള്ളൂ. വലൂഷാ ലഹദാകും അജ്മഈൻ. നിങ്ങൾ ആഗ്രഹിക്കുകയാണെങ്കിൽ ദൈവം കാണിച്ചു തരുന്ന ആ മാർഗം നിങ്ങളെ മുഴുവൻ പേരെയും നേർമാർഗത്തിലാക്കും എന്ന് മാത്രമേ അവിടെ അർത്ഥമുള്ളൂ. ഇനി നമുക്ക് ജാമിദ ടീച്ചറുടെ അടുത്ത ഉദ്ധരണി ശ്രദ്ധിക്കാം. 7-ാം അധ്യായം സൂറത്തുൽ അഅറാഫ് 14. ഇബ്ലീസ് പറഞ്ഞു, എന്നെ നീ വഴി പിഴപ്പിച്ചിരിക്കെ നിശ്ചയമായും നിന്റെ നേർമാർഗത്തിൽ അവർക്കായി അവരെ ചതിക്കാനായി ഞാൻ കാത്തിരിക്കും. അള്ളാഹുവിന്റെ കൊട്ടാരത്തിൽ നിന്നിട്ട് ആ പഠിച്ചവനോട് നേർക്ക് നേരെ പറയണത്. കക്ഷി നല്ലൊരു യുക്തിവാദിയാണ്. ഇബ്ലീസ് പറയാണ്, നീ എന്നെ വഴി പിഴപ്പിച്ചു, അതുകൊണ്ട് നീ സന്മാർഗം കൊടുക്കാനാണ് പറഞ്ഞ് കുറച്ച് ആൾക്കാരെ സൃഷ്ടിച്ചിട്ടുണ്ടല്ലോ, അവരെ കൊണ്ട് ഞാൻ നരകത്തിലേക്ക് പോകും, ഞാൻ ഒറ്റയ്ക്ക് പോകത്തില്ല എന്ന് പറഞ്ഞു. ഇബ്ലീസ് യുക്തിവാദിയല്ല. ഇബ്ലീസ് തികച്ചും സ്വതന്ത്ര ചിന്തകനാണ്. അതായത് ജാമിദ ടീച്ചറുടെ വർഗത്തിൽ തന്നെ ഉള്ള, ജാമിദ ടീച്ചറുടെ വർഗത്തിൽപ്പെട്ട ഒരാളാണ്. ഇബ്ലീസ് സ്വയം വഴിപിഴച്ചു. ഈ സ്വയം വഴിപിഴക്കുന്ന ഒരു പിശാചും തെറ്റുപറ്റി എന്ന് പശ്ചാത്താപിക്കാറില്ല. അവർ മറ്റാരുടെയെങ്കിലും പേരുടെയിലാണ് അവരുടെ തെറ്റ് കൊണ്ടുപോയി കയറ്റിവെക്കുക. ജാമിദ ടീച്ചർ ഒരിക്കലും സ്വയം പിഴച്ചു പോയതാണെന്ന് ജാമിദ ടീച്ചർ സമ്മതിക്കില്ല. ജാമിദ ടീച്ചർ ഇപ്പോൾ സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് ജാമിദ ടീച്ചറെ ദൈവം വഴി പിഴപ്പിച്ചു എന്നാണ്. ഇബ്ലീസിനെ ദൈവം വഴി പിഴപ്പിച്ചതല്ല. ഇബ്ലീസ് അഹങ്കാരം കാരണം വഴി പിഴച്ചു പോയതാണ്. പക്ഷേ പിശാചുക്കളും സ്വതന്ത്ര ചിന്തകരും തങ്ങളുടെ തെറ്റുകൾ ഒരിക്കലും തുറന്ന് സമ്മതിക്കാറില്ല. അവർ തങ്ങളുടെ തെറ്റ് മറ്റാരുടെയെങ്കിലും പിറടേക്ക് കെട്ടിവെക്കുകയാണ് ചെയ്യുക. ഇബ്ലീസ് തൻ്റെ തെറ്റ് കെട്ടിവെച്ചത് ദൈവത്തിൻ്റെ പിറടേക്ക് തന്നെയാണ്. ജാമിദ ടീച്ചർ ഇപ്പോൾ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നു അത് തന്നെയാണ്. താൻ പിഴച്ചു പോയതിന് കാരണം തൻ്റെ ദൈവമാണ് എന്ന് സ്ഥാപിക്കാനാണ് ജാമിദ ടീച്ചറും ശ്രമിക്കുന്നത്. ഇവിടെ നീ എന്നെ വഴി പിഴപ്പിച്ചതുകൊണ്ട് ഞാൻ വഴി പിഴച്ചുപോയി എന്ന് പറയുന്നത് ഒരു പ്രവാചകനോ ഒരു മലക്കോ അല്ല, സാക്ഷാൽ ഇബ്ലീസാണ്. പിശാചുക്കൾ അങ്ങനെ തന്നെയാണ് പറയുക. അവർ എങ്ങനെ തെറ്റ് ചെയ്താലും ആ കുറ്റം മറ്റൊരാളുടെ പിറടിയിൽ കെട്ടിവെക്കുകയാണ് ചെയ്യുക, ജാമിദ ടീച്ചറെ പോലെ. 16-ാം അധ്യായം സൂറത്തുൻ നഹ്ൽ 37. അവൻ സന്മാർഗം പ്രാപിക്കുന്നതിന് നീ എത്ര തന്നെ ആഗ്രഹിച്ച പ്രവാചകൻ ഇറങ്ങിയ വാചകമായതുകൊണ്ട് ഇത് പ്രവാചകനോടാണ് എന്ന് നമുക്ക് വിചാരിക്കാം. അങ്ങനെയാണ് ഖുർആൻ പരിഭാഷകളിലൊക്കെ ഉള്ളത്. അവർ സന്മാർഗം പ്രാപിക്കുന്നതിന് നീ എത്ര തന്നെ ആഗ്രഹിച്ചാലും അല്ലാഹു വഴി പിഴപ്പിക്കുന്നവരെ, അണ്ടർലൈൻ ചെയ്ത വഴി കണ്ടല്ലോ, അവൻ ഒരിക്കലും നേർവഴിയിലാക്കുകയില്ല, അവർക്ക് യാതൊരു സഹായിയും ഉണ്ടായിരിക്കുന്നതല്ല. ആരാണ്? അല്ലാഹു വഴി പിഴപ്പിക്കുന്നവർ. അല്ലാഹു ഒരാളെ പിഴപ്പിക്കാൻ ഉദ്ദേശിച്ചാല് അല്ലാഹു പിഴപ്പിക്കും. കാരണം അല്ലാഹു വാക്ക് പാലിക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾ എത്ര തന്നെ വിചാരിച്ചിട്ട് ജാമിദയെ തേച്ചൊട്ടിച്ചു, ഒരു രക്ഷയുമില്ല. ജാമിദയെ കാറ്റിൽ പറത്തി, ജാമിദാക്ക് യുവാക്കളുടെ മനം ഒരു രക്ഷയുമില്ല. കാരണം എന്നെ അങ്ങനെ ആക്കിയത് പടച്ചവനാണ്.
ജാമിദ ടീച്ചറെ വഴിപിഴപ്പിച്ചത് പടച്ചവനാണെന്നാണ് ജാമിദ ടീച്ചർ പറയുന്നത്. അതായത് തൊട്ട് മുമ്പിൽ ജാമിദ ടീച്ചർ ഉദ്ധരിച്ച വചനത്തിൽ ഇബ്ലീസ് പറയുന്നത് പോലെ ഇബ്ലീസ് സ്വയം വഴിതെറ്റുകയും സ്വയം പിഴക്കുകയും ഇബ്ലീസ് സ്വയം പിഴച്ചിട്ട് ആ കുറ്റം പടച്ചവൻ ദൈവത്തിന് തലയിൽ കെട്ടിവെക്കുന്നത് പോലെ ഇവിടെ ജാമിദയും സ്വയം പിഴച്ചിട്ട് അതിൻ്റെ കുറ്റം ദൈവത്തിൻ്റെ തലയിൽ കെട്ടിവെക്കാനാണ് ശ്രമിക്കുന്നത്. ശരിക്ക് ദൈവം ആരെയെങ്കിലും പിഴപ്പിക്കുന്നുണ്ടോ? ജാമിദ ഉദ്ധരിച്ച ആ വചനത്തിൽ അങ്ങനെയുണ്ടോ? ആ വചനം നമുക്ക് പരിശോധിക്കാം. ഇൻ തഹരിസ് അല ഹുദാഹും, നീ അവരെ നേർമാർഗത്തിലാക്കാൻ ആഗ്രഹിച്ചാൽ ഫൈനല്ലാഹ ലാ യഹ്ദി മൻ യുദിൽ, സ്വയം നശിക്കാൻ തീരുമാനിച്ച ഒരുത്തനെ അള്ളാഹു നേർമാർഗത്തിൽ ആക്കുകയില്ല. സ്വയം നശിക്കാൻ തീരുമാനിച്ച അത് ജാമിദ ടീച്ചർ ആയാലും ശരി, ഇനി ഈ ഭൂലോകത്തുള്ള ആര് തന്നെ ആയാലും ശരി, സ്വയം നശിക്കാൻ തീരുമാനിച്ച ഒരാളെ ദൈവം നേർമാർഗത്തിൽ ആക്കുകയില്ല. പിന്നെ എന്തിനാണ് അവരെ നേർമാർഗത്തിലാക്കാൻ നീ ശ്രമിക്കുന്നത് എന്നാണ് ഈ വചനം ചോദിക്കുന്നത്. അല്ലാതെ ദൈവം പിഴപ്പിച്ച ഒരുത്തനെ ദൈവം നേർമാർഗത്തിലാക്കുകയില്ല, പിന്നെ നീ എന്തിനാണ് അവരുടെ നേർമാർഗത്തിന് വേണ്ടി ശ്രമിക്കുന്നു എന്നാണ് ഇതിൻ്റെ അർത്ഥമെന്നാണ് ജാമിദ ടീച്ചർ തൻ്റെ നിഷ്കളങ്ക ഭക്തന്മാരെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുന്നത്. ഇവിടെ മൻ യുദില്ലു എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, മൻ യുദില്ലല്ലാഹു എന്ന് പറഞ്ഞിട്ടില്ല. പക്ഷെ ജാമിദ ടീച്ചർ സ്ഥാപിക്കുന്നത് ഈ ആയത്തിൽ മൻ യുദില്ലല്ലാഹു എന്ന് ഉണ്ട് എന്നാണ്. പക്ഷെ ആയത്തിൽ അങ്ങനെ ഇല്ല. ആയത്ത് ജാമിദ ടീച്ചർ കാണിക്കുന്നുണ്ട്, കൂടാതെ നമ്മൾ ഇവിടെ കാണിക്കുന്നുണ്ട്. 4-ാം അധ്യായം 88-ാമത്തെ വാചകം, കപടവിശ്വാസികളുടെ കാര്യത്തിൽ നിങ്ങൾ 2 വിഭാഗക്കാരാകാൻ കാരണം എന്താണ്? അവർ പ്രവർത്തിച്ച തിന്മ കാരണം അള്ളാഹു അവരെ അവിശ്വാസത്തിലേക്ക് തന്നെ തലതിരിച്ചു വിട്ടു. അള്ളാഹു പിഴപ്പിക്കുന്നവരെ നേർവഴിയിലാക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ? അള്ളാഹു ആരെ പിഴപ്പിക്കുന്നുവോ അവന് നീ നേർവഴി കണ്ടെത്തുകയില്ല. ഒരു വിഭാഗം ആൾക്കാരെ 2 ഭാഗങ്ങളാക്കി തിരിച്ചു. തലതിരിച്ചു വിട്ടു പഠിച്ചു തന്നെ പറയുന്നുണ്ടല്ലോ. അവരുടെ തിന്മ കാരണം, തിന്മ പ്രവർത്തിക്കാൻ കാരണം പഠിച്ചു തന്നെയാണെന്ന് വ്യത്യസ്തമായ ആയത്തുകളിലൂടെ നമുക്ക് ലഭിക്കും. ഇനി അള്ളാഹു പറയുന്നത് എന്താണ്? അള്ളാഹു വഴി പിഴപ്പിച്ചവരെ. അള്ളാഹു പിഴപ്പിക്കുന്നത് മനസ്സിലായല്ലോ? ജാമിദ ടീച്ചർ ചോദിക്കുന്നത് അള്ളാഹു പിഴപ്പിക്കുമെന്ന് മനസ്സിലായല്ലോ എന്നാണ്. ഈ അള്ളാഹു പിഴപ്പിക്കുമെന്ന് എങ്ങനെയാണ് മനസ്സിലായത്? ജാമിദ ടീച്ചർ പറയുന്നത് ഒരാൾ തെറ്റ് ചെയ്യുന്നത് അള്ളാഹു കാരണമാണ് എന്നതിന് പല ആയത്തുകളും തെളിവുണ്ട് എന്നാണ്. പക്ഷെ ആ ആയത്തുകളൊന്നും ജാമിദ ടീച്ചർ ഇവിടെ ഉദ്ധരിച്ചിട്ടില്ല. ജാമിദ ടീച്ചർ ഇവിടെ ഉദ്ധരിച്ച ആയത്ത് ഇങ്ങനെയാണ്: ഫമാലക്കും ഫിൽ മുനാഫിഖീന ഫിയതൈൻ വല്ലാഹു അർകസു ബിമാ കസബു. ഫമാലക്കും, നിങ്ങൾക്ക് എന്തു പറ്റി? ഫിൽ മുനാഫിഖീന ഫിയതൈൻ, ഈ കപട വിശ്വാസികളുടെ കാര്യത്തിൽ നിങ്ങൾ എന്തിനാണ് 2 ഗ്രൂപ്പുകളായിട്ട് മാറുന്നത്? വല്ലാഹു അർകസുഹും, ഇവിടെ വല്ലാഹു അർകസുഹും എന്ന് തന്നെ പറയുന്നുണ്ട്. വല്ലാഹു ആണ് അവരെ തലയിരിച്ച് വിട്ടത്. കാരണം ബിമാ കസബു, അവരെങ്ങനെ സ്വയം തലതിരിഞ്ഞു പോയത് കൊണ്ട്. സ്വയം തലതിരിയാൻ തീരുമാനിച്ചവരെ ഒരിക്കലും അള്ളാഹു നേർമാർഗത്തിലാക്കുകയില്ല. അടുത്ത വചനം ഇങ്ങനെയാണ്: അത്തുരീദൂന അൻ തഹുദു മൻ അളല്ലല്ലാഹ്. ഇവിടെ ജാമിദ ടീച്ചർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അത്തുരീദൂന അൻ തഹുദു മൻ അളല്ലല്ലാഹു. ഇവിടെ മൻ അളല്ലല്ലാഹു, അള്ളല്ല എന്നതിൻ്റെ കൂടെ അള്ളാഹു എന്ന് വെച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് മൻ അളല്ലല്ലാഹു, അള്ളാഹു വഴിപിഴപ്പിച്ചവൻ എന്ന് വരുന്നത്. മറ്റ് സ്ഥലങ്ങളിലൊന്നും, ഇതിനു മുമ്പ് നമ്മൾ ഉദ്ധരിച്ച സ്ഥലങ്ങളിലൊന്നും മൻ യുദില്ലല്ലാഹു എന്നില്ല, മൻ യുദില്ലു എന്ന് മാത്രമാണ് നമ്മൾ കണ്ടത്. ഇവിടെ കൃത്യമായിട്ട് കാണാം മൻ അളല്ലല്ലാഹു എന്ന് കാണാം. അതായത് അള്ളാഹു പിഴപ്പിച്ചവരെ, അള്ളാഹു എന്തുകൊണ്ട് പിഴപ്പിച്ചു എന്ന് പറഞ്ഞാൽ അതിന് തൊട്ട് മുമ്പിൽ പറയുന്നുണ്ട് ബിമാ കസബു, അവർ അങ്ങനെ പിഴക്കാൻ ശ്രമിച്ചതുകൊണ്ട്, പിഴക്കാൻ ആഗ്രഹിച്ചതുകൊണ്ട്. ഇനി അടുത്ത വചനം ഇങ്ങനെയാണ്: വമൻ യുദില്ലല്ലാഹു ഫലൻ തജിദ ലഹു സബീല. പിഴക്കാൻ ആഗ്രഹിക്കുന്ന ഒരുത്തനെ അള്ളാഹു പിഴപ്പിച്ചുവെങ്കിൽ അവന് വഴി കാണിക്കാൻ മറ്റാർക്കും സാധിക്കില്ല. ഈ വചനത്തിൽ ഒരു കുഴപ്പവുമില്ല ജാമിദ ടീച്ചറെ. ജാമിദ ടീച്ചർ പിഴക്കാൻ ആഗ്രഹിച്ചതുപോലെ സ്വയം പിഴക്കാൻ ആരെങ്കിലും ആഗ്രഹിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും ദൈവം നിങ്ങളെ പിഴപ്പിക്കണം. നമ്മൾ പ്രാർത്ഥിക്കുന്നതും അങ്ങനെ തന്നെയാണ്. ജാമിദ ടീച്ചർ പിഴക്കാൻ ആഗ്രഹിച്ച് ഇത്രയും കച്ചകെട്ടി ഇറങ്ങിയിട്ട് ദൈവം ജാമിദ ടീച്ചറെ പിഴപ്പിക്കുന്നില്ല എങ്കിൽ തീർച്ചയായും ആ ദൈവത്തെ പിടിച്ച് ഞാൻ പൂശും, നന്നായിട്ട് പൂശും.
ഇനി നമുക്ക് ജാമിദ ടീച്ചറുടെ അടുത്ത ഉദ്ധരണി ശ്രദ്ധിക്കാം. അധ്യായം 6 അൽ-അൻആം 39. നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ നിഷേധിക്കുന്നവർ ഇരുളിൽ കഴിയുന്ന ബധിരന്മാരും ഊമകളുമാണ്. അള്ളാഹു ഇച്ഛിക്കുന്നവരെ അവൻ വഴി പിഴപ്പിക്കുന്നു. എങ്ങനെയുണ്ട്? അള്ളാഹു ഇച്ഛിക്കുന്നവരെ അവൻ നേർവഴിയിലാക്കുകയും ചെയ്യുന്നു. അള്ളാഹു മാർഗദർശനം നൽകിയാൽ മാത്രമേ ഒരു മനുഷ്യന് നേരായ വഴി തിരഞ്ഞെടുക്കാൻ സാധിക്കൂ. അത് ശരിയാണോ? എന്നിട്ട് പറയാണ്, നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ നിഷേധിക്കുന്നവരെ ഇരുളിൽ കഴിയുന്ന ബധിരന്മാരും ഊമകളാക്കുന്ന പറയുന്നത്. എന്നിട്ട് തൊട്ടടുത്ത വാചകം എന്താണ്? അള്ളാഹു ഇച്ഛിക്കുന്നവരെ അവൻ വഴി പിഴപ്പിക്കുന്നു. ടീച്ചറെ, ദൈവഭക്തന്മാർ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. റബ്ബന ലാ തജ്അൽ ഫിത്നതൻ ലിൽ ഖൗമിൽ ളാലിമീൻ. അതായത്, ഞങ്ങളുടെ നാഥ, അക്രമികളായ ജനങ്ങളുടെ ശല്യത്തിൽ നിന്ന് ഞങ്ങളെ കാത്തുരക്ഷിക്കണേ എന്നാണ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത്. അടുത്ത പ്രാർത്ഥന ഇങ്ങനെയാണ്: റബ്ബന ലിയുദില്ലു അൻ സബീലിക്. ദിവ്യദൃഷ്ടാന്തങ്ങൾ മുഴുവനും കണ്ടിട്ടും ഭൂമിയിൽ കുത്തിത്തിരിപ്പുകൾ ഉണ്ടാക്കി നടക്കുന്ന അവരെ നിന്റെ നേർമാർഗത്തിൽ നിന്ന് തെറ്റിക്കണേ, നിന്റെ നേർമാർഗത്തിൽ നിന്ന് വഴിതിരിച്ചു വിടണേ എന്നാണ് ഞങ്ങൾ പ്രാർത്ഥിക്കാറുള്ളത്. ഇനി ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയുടെ അടുത്ത ഭാഗം ഇങ്ങനെയാണ്: റബ്ബന വസീത കുല്ല ശൈഇൻ റഹ്മതൻ വ ഇൽമ ഫഗ്ഫിർ ലില്ലദീന താബൂ. അങ്ങനെ അക്രമം പ്രവർത്തിക്കുന്നവർ ആരെങ്കിലും തെറ്റ് തിരുത്തി വരാൻ തയ്യാറാണെങ്കിൽ എന്ന് മാത്രമല്ല, വത്തബൗ സബീലക, നിന്റെ മാർഗം പിന്തുടരുകയും ചെയ്യണമെങ്കിൽ, വഖിഹിം അസാബൽ ജഹീം, അവരെ നീ നരക ശിക്ഷയിൽ നിന്ന് കാത്തുരക്ഷിക്കണേ എന്നാണ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത്. അതായത്, ദൈവത്തെ വെല്ലുവിളിക്കുന്ന ഒരുത്തിയെയും ദൈവത്തിന്റെ മാർഗത്തിൽ ഉൾപ്പെടുത്തരുതേ ദൈവമേ എന്നാണ് ദൈവഭക്തന്മാർ പ്രാർത്ഥിക്കുന്നത്. അങ്ങനെ ദൈവഭക്തന്മാർ പ്രാർത്ഥിക്കുമ്പോൾ എങ്ങനെയാണ് ദൈവത്തെ വെല്ലുവിളിക്കുന്നവരെ പിഴപ്പിക്കാതിരിക്കാൻ സാധിക്കുക? ജാമിദ ടീച്ചർ ഇപ്പോൾ ഉദ്ധരിച്ച വചനം നമുക്കൊന്ന് പരിശോധിക്കാം. വല്ലദീന കസ്സബൂ ബി ആയാതിനാ സുമ്മും ബുക്കും ഫീ ളുലുമാത്. ദിവ്യ ദൃഷ്ടാന്തങ്ങൾ മുഴുവനും കണ്ടിട്ടും ദൈവത്തെ വെല്ലുവിളിക്കുന്നവർ യഥാർത്ഥത്തിൽ ഇരുട്ടിൽ കുടുങ്ങിയ ബധിരരെയും മൂകരെയും പോലെയാണ്. മൻ യശാ അല്ലാഹു യുദിൽഹു. അവരിൽ തന്നെ, ദൈവത്തെ വെല്ലുവിളിക്കുന്നവരിൽ തന്നെ ചിലരെ പിഴച്ച വഴിയിൽ തന്നെ ദൈവം പിടിച്ചു നിർത്തുന്നു. അടുത്ത വചനത്തിന് അടുത്ത ഭാഗം തന്നെയാണ്: വമൻ യശൻ യജ്അൽ അലാ സിറാത്തിൻ മുസ്തഖീം. അതായത്, സ്വയം പിഴച്ചവരിൽ നിന്ന് ചിലർക്ക് ദൈവം നേർമാർഗം കാണിച്ചു കൊടുക്കുന്നു. അത് ദൈവത്തിന്റെ കാരുണ്യമാണ്. സ്വയം പിഴക്കാൻ തയ്യാറായ ചിലരെ ദൈവം നേർമാർഗത്തിലേക്ക് നയിക്കുന്നതിന് കാരണം ഒന്നുകിൽ അവന്റെ സുഹൃത്തുക്കളുടെ പ്രാർത്ഥന. ഇപ്പൊ ഉദാഹരണത്തിന്, ജാമിദ ടീച്ചറുടെ ഒരു സുഹൃത്താണ് ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്, ഇഹ്ദിനാ സിറാത്തൽ മുസ്തഖീം. ഈ ഇഹ്ദിനാ സിറാത്തൽ മുസ്തഖീം എന്ന് പറഞ്ഞാൽ ഞങ്ങളെ എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഞങ്ങളെ നീ നേർമാർഗത്തിലാക്കണമേ. അപ്പൊ ജാമിദ ടീച്ചർ എന്റെ സുഹൃത്തായതുകൊണ്ട് തീർച്ചയായും എന്റെ പ്രാർത്ഥനയിൽ ജാമിദ ടീച്ചറും ഉൾപ്പെടും. അങ്ങനെ എന്റെ പ്രാർത്ഥന കേട്ടിട്ട് ദൈവം ജാമിദ ടീച്ചറെ നേർമാർഗത്തിലാക്കാൻ ഉദ്ദേശിച്ചാൽ തീർച്ചയായിട്ടും ജാമിദ ടീച്ചർ ദൈവമേ എന്ന് വിളിച്ചു പോകുന്ന ഒരു ഘട്ടത്തിലേക്ക് ദൈവം ജാമിദ ടീച്ചറെ കൊണ്ടെത്തിക്കും. ജാമിദ ടീച്ചർ സ്വയം പിഴക്കാൻ തീരുമാനിച്ച് കച്ചകെട്ടി ഇറങ്ങിയിട്ടും ദൈവം ജാമിദ ടീച്ചറെ എന്റെ ദൈവമേ എന്ന് വിളിച്ചു പോകുന്ന ഒരു ഘട്ടത്തിലേക്ക്, ഒരു അവസ്ഥയിലേക്ക് ജാമിദ ടീച്ചറെ എത്തിക്കുന്നത് ജാമിദ ടീച്ചറുടെ സുഹൃത്തായ എൻ്റെ പ്രാർത്ഥന മൂലമാണ്. സ്വയം പിഴക്കാൻ കച്ചകെട്ടി ഇറങ്ങിയവരിൽ നിന്ന് തന്നെ ചിലരെ ദൈവം നേർമാർഗത്തിലേക്കാക്കുന്നു. അതാണ് പരമകാരുണ്യവാനായ ദൈവം. അങ്ങനെ നേർമാർഗത്തിലാക്കുന്നത് മറ്റുള്ളവരുടെ പ്രാർത്ഥന മൂലമാണ്. ഇനി നമുക്ക് ജാമിദ ടീച്ചറുടെ അടുത്ത ഉദ്ധരണി ശ്രദ്ധിക്കാം. 6-ാം അധ്യായം സൂറത്തുൽ അൻആം. ഇനി സൂറത്തുൽ എന്ന് പറഞ്ഞിട്ട് അൽ എന്ന് പറഞ്ഞു എന്നായിരിക്കും അടുത്ത വിമർശനം വരിക. അൽ-അൻആം 125. അല്ലാഹു ആരെ നേർവഴിയിലാക്കാൻ ഉദ്ദേശിക്കുന്നുവോ അവന്റെ ഹൃദയത്തെ അവൻ ഇസ്ലാമിലേക്ക് തുറന്നു കൊടുക്കുന്നു. കേട്ടല്ലോ,
ആരെ വഴിപിഴപ്പിക്കാൻ അവൻ ഉദ്ദേശിക്കുന്നുവോ അവന്റെ ഹൃദയത്തെ ആകാശത്തിലേക്ക് കയറിപ്പോകുന്നവന്റേതുപോലെ അവൻ ഞെരുക്കവും ഇടുക്കവും ഉള്ളതാക്കി തീർക്കുന്നു. അപ്രകാരം അത്രേ വിശ്വസിക്കാത്തവർക്ക് അല്ലാഹു ശിക്ഷ നൽകുന്നത്. എത്ര സൽക്കർമ്മം ചെയ്തിട്ടും പരോപകാരം എത്രമാത്രം ചെയ്തിട്ടും സാമൂഹ്യ സേവനമോ രാജ്യ സേവനമോ സഹജീവി സ്നേഹമോ എന്തൊക്കെ തന്നെ ചെയ്താലും ശരി, അവൻ ഇസ്ലാമാണെങ്കിലേ രക്ഷയുള്ളൂ. അപ്പൊ മനസ്സിലായല്ലോ, ആരെയാണോ അല്ലാഹു സന്മാർഗത്തിലാക്കാൻ ഉദ്ദേശിക്കുന്നത് അവന്റെ ഹൃദയത്തിൽ അല്ലാഹു ഇസ്ലാം ഇട്ടുകൊടുക്കും. ഇസ്ലാം ഇട്ടുകൊടുക്കും എന്നാണ് ജാമില ടീച്ചർ പറയുന്നത്. ഇസ്ലാം ഇട്ടുകൊടുക്കും എന്ന് ജാമില ടീച്ചർ പരിഹസിക്കാൻ കാരണം, ജാമില ടീച്ചർ ധരിച്ചിരിക്കുന്നത് ഇവിടെ ഇസ്ലാം എന്ന പദം ഉപയോഗിച്ചിരിക്കുന്നത് ഇസ്ലാം മതത്തിന് എന്നാണ്, ഇസ്ലാം മതത്തിന് വേണ്ടി എന്നാണ്. ടീച്ചറെ, ഇവിടെ ഇസ്ലാം ദീൻ എന്ന പദം ഖുർആനിൽ ഉപയോഗിച്ചിട്ടില്ല. ഖുർആനിൽ ഉപയോഗിച്ചത് ഇസ്ലാം എന്ന പദമാണ്. ടീച്ചർക്ക് അറബി അറിയാം എന്നാണ് ടീച്ചർ വാദിക്കുന്നത്. ഇസ്ലാം എന്ന് പറഞ്ഞാൽ ദൈവത്തിനെ വണങ്ങുന്നവൻ, ദൈവത്തെ അനുസരിക്കുന്നവൻ, ദൈവത്തിനെ സമ്പൂർണമായി സമർപ്പിക്കുന്നവൻ എന്നൊക്കെയാണ് അർത്ഥം. അല്ലാണ്ട് ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഇസ്ലാം മതം എന്നല്ല അർത്ഥം. ഇസ്ലാം മതം എന്ന അർത്ഥം കിട്ടണമെങ്കിൽ ഇസ്ലാം ദീൻ എന്ന് പറയണം. ആ ദീൻ എന്ന വാക്ക് ഇവിടെ ഇല്ല. എന്തിനാണ് ടീച്ചറുടെ അരപ്പിരി ലൂസുകളായ ഈ ഭക്തന്മാരെ ഫുൾ പിരികളാക്കി മാറ്റുന്നത്? നമുക്ക് ടീച്ചർ ഉദ്ധരിച്ച വചനം ഒന്ന് വ്യക്തമായിട്ടൊന്ന് പരിശോധിക്കാം. ഫമൻ യുരിദുല്ലാഹു അൻ യഹ്ദിയഹു യശ്റഹു സദ്റഹു ലിൽ ഇസ്ലാം. ഈ പ്രപഞ്ചത്തിൽ കാണുന്ന ദിവ്യ ദൃഷ്ടാന്തങ്ങൾ മുഴുവനും കണ്ടിട്ടും ദൈവത്തെ വെല്ലുവിളിച്ച് നടക്കുന്ന ഒരു വ്യക്തിയെ, സ്വയം നശിക്കാൻ കച്ചകെട്ടി ഇറങ്ങിയ ഒരു വ്യക്തിയെ നേർമാർഗത്തിലാക്കാൻ ദൈവം ഉദ്ദേശിച്ചുവെങ്കിൽ ദൈവത്തിന് കീഴൊതുങ്ങിപ്പോകുന്ന, ദൈവമേ എന്ന് വിളിച്ചു പോകുന്ന ഒരു ഘട്ടത്തിലേക്ക് ദൈവം അവനെ എത്തിക്കും എന്നാണ് പറയുന്നത്. ഇവിടെയാണ് ദൈവം പരമകാരുണ്യവാനാകുന്നത്. യശ്റഹു സദ്റഹു ലിൽ ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഇസ്ലാം മതത്തിലേക്ക് അവനെ എത്തിക്കുന്നു എന്നല്ല അർത്ഥം. അത് ജാമില ടീച്ചറുടെ അർത്ഥമാണ്. ഇനി ജാമില ടീച്ചർ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന വിവർത്തനത്തിലും ഇസ്ലാം മതം എന്ന് പറഞ്ഞിട്ടില്ല. ഇനി ആ വചനത്തിന്റെ അടുത്ത ഭാഗം ശ്രദ്ധിക്കാം. വമൻ യുരിദുല്ലാഹു അൻ യുദില്ലഹു യജ്അൽ സദ്റഹു ലയ്യികൻ ഹറജൻ കഅന്നമാ യസ്അദു ഫിസ് സമാഇ. ഇനി സ്വയം നശിക്കാൻ തീരുമാനിച്ച് കച്ചകെട്ടി ഇറങ്ങിയ ഒരുത്തനെ ആ പിഴച്ച വഴിയിൽ തന്നെ ഉപേക്ഷിക്കാനാണ് ദൈവം ഉദ്ദേശിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും അവൻ്റെ അവസ്ഥ എന്ന് പറയുന്നത് ആകാശത്തിലേക്ക് കയറിപ്പോകുന്ന ഒരുത്തൻ്റെ അവസ്ഥ പോലെയാണ്. ഇനി നമുക്ക് ജാമിലയുടെ വീഡിയോയുടെ അടുത്ത ഭാഗം ശ്രദ്ധിക്കാം. ഈ അടുത്ത ഭാഗം എന്ന് പറയുന്നത് ജാമില ടീച്ചറുടെ വീഡിയോയുടെ ആദ്യ ഭാഗത്തുള്ളതാണ്. അത് നമ്മൾ അവസാന ഭാഗം ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയാണ് അവസാന ഭാഗത്ത് കൊണ്ടുവച്ചത്. ആ അവസാന ഭാഗം നമുക്ക് ശ്രദ്ധിക്കാം. അതുകൂടി വിവരിച്ചുകൊണ്ട് നമുക്ക് ഈ ചർച്ചയിൽ നിന്ന് പിൻവാങ്ങാം. ആ ആദ്യമായി ഇറങ്ങിയ ആ വാചകം തന്നെ ഇന്ന് 96-ാം അധ്യായത്തിന്റെ സ്ഥാനത്താണ് വന്നു കിടക്കുന്നത്. അതിനെ കുറിച്ചൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. നബിയുടെ മേൽ അവതീർണമായ ഈ ഖുർആൻ എന്ന ഗ്രന്ഥം നബി ഗ്രന്ഥരൂപത്തിലാക്കിയോ? എവിടെയെങ്കിലും കൃത്യമായി ദൈവിക സന്ദേശം ലഭിച്ചത് തുടക്കം മുതൽ ഒടുക്കം വരെ എഴുതി വച്ചിരുന്നുവോ? വരും തലമുറയ്ക്ക്, അതായത് ലോകാവസാനം വരെയുള്ള മുഴുവൻ ജനങ്ങൾക്കും മാർഗദർശനമാണ് ഈ ഗ്രന്ഥം എന്ന് മുഹമ്മദ് നബി അറിഞ്ഞില്ലേ, കണ്ടില്ലേ, കേട്ടില്ലേ? ഇതൊക്കെ 1000 ചോദ്യങ്ങളാണ്. ടീച്ചറുടെ ഈ 1000 ചോദ്യങ്ങൾക്കുള്ള മറുപടി പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ വീഡിയോയിൽ നിന്ന് പിൻവാങ്ങാം. ടീച്ചർ പറയുന്നു, ഇഖ്റ എന്ന് പറഞ്ഞാൽ വായിക്കുക എന്നാണ് അർത്ഥമെന്ന്. യഥാർത്ഥത്തിൽ വായിക്കുക എന്ന് പറയുന്നതിനെ ഫുർഖാൻ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ ഖുർആൻ ഉപയോഗിക്കുന്ന പദം യത്ലു അത്ലു എന്നാണ്. യത്ലു അലൈഹിം ആയാതിക, അതേപോലെ അല്ലദീന ആതൈനാഹുൽ കിതാബ യത്ലൂനഹു ഹഖ്ക തിലാവതിഹി. ഇങ്ങനെ വായിക്കുക എന്ന് അർത്ഥം വരേണ്ട സ്ഥലങ്ങളിലൊക്കെ ഖുർആൻ ഉപയോഗിച്ചിരിക്കുന്ന പദം യത്ലു എന്നാണ്. ഇഖ്റ എന്ന് പറഞ്ഞാൽ ടീച്ചർ പറഞ്ഞതുപോലെ വായിക്കുക എന്നല്ല അർത്ഥം.
ഖുർആൻ ദിവ്യമന്ത്രം എന്ന നിലയിൽ പാരായണം ചെയ്യുക എന്നാണ് ഇഖ്റ എന്ന പദത്തിൻ്റെ അർത്ഥം. പ്രവാചകന് ആദ്യമായിട്ട് അവതരിച്ച സൂറത്ത് അലക്ക് എന്ന സൂറത്താണ്. ഈ അലക്ക് എന്ന സൂറത്ത് നമ്മുടെ കയ്യിൽ ഇന്നുള്ള അറബി ഭാഷയിലുള്ള വേദഗ്രന്ഥത്തിൽ 96-ാമത്തെ അധ്യായമായിട്ടാണ് നിലകൊള്ളുന്നത്. ഇതിനെക്കുറിച്ചൊന്നും മിണ്ടാൻ പാടില്ല എന്നാണ് ടീച്ചർ പറയുന്നത്. ടീച്ചർ മിണ്ടിക്കൊള്ളു, കുഴപ്പമില്ല. പ്രവാചകനെ അവതരിക്കുന്ന ഓരോ വചനങ്ങളും അപ്പോൾ തന്നെ പ്രവാചകന്റെ അനുചരന്മാർ കൃത്യമായിട്ട് എഴുതി വെക്കുന്നുണ്ട്. എന്ന് മാത്രമല്ല, ചിലരെ പ്രവാചകൻ അതിനായിട്ട് നിയമിച്ചിട്ടുമുണ്ട്. എന്ന് മാത്രമല്ല, പ്രവാചകന്റെ ഒരു അനുയായിക്ക് അബൂബക്കർ അൽ സിദ്ദീഖ് എന്ന പേര് പ്രവാചകൻ നൽകിയിട്ടുണ്ട്. പ്രവാചകന്റെ മറ്റൊരു അനുചരനെ ഉമർ അൽ ഫാറൂഖ് എന്ന പേര് പ്രവാചകൻ നൽകിയിട്ടുണ്ട്. ഇവരൊക്കെ പ്രവാചകന്റെ അനന്തരാവകാശികളാണ്, പ്രവാചകന്റെ അനുചരന്മാരാണ്. പ്രവാചകന്റെ കാലത്ത് തന്നെ ഖുർആൻ മുഴുവനുമായും ഒരു ഗ്രന്ഥരൂപത്തിൽ ആക്കാനുള്ള സമയം പ്രവാചകൻ ജീവിക്കുന്നില്ല. ഖുർആൻ സമ്പൂർണമായി അവതരിക്കുന്നതുകൂടി പ്രവാചകൻ വിടവാങ്ങുന്നു. തൻ്റെ അനുചരന്മാരിൽ അബൂബക്കർ അൽ സിദ്ദീഖ് എന്ന പേരുള്ള ഒരാളുണ്ട് എന്ന് പ്രവാചകൻ അറിയാം. തൻ്റെ അനുചരന്മാരിൽ ഉമർ അൽ ഫാറൂഖ് എന്ന് പേര് കൊടുത്ത ഒരാളുണ്ട് എന്നും പ്രവാചകൻ അറിയാം. പിന്നീട് അബൂബക്കർ അൽ സിദ്ദീഖാണ് ഇസ്ലാമിൻ്റെ ആദ്യത്തെ ഖലീഫയായി സ്ഥാനമേറ്റെടുക്കുന്നത്. ഈ അബൂബക്കർ അൽ സിദ്ദീഖിന്റെ ഭരണം വെറും 2 കൊല്ലം മാത്രമായിരുന്നു. അബൂബക്കർ അൽ സിദ്ദീഖിന്റെ ഭരണകാലത്താണ് മുസൈലിമ എന്ന ഒരു ആൾദൈവം താൻ പുതിയ പ്രവാചകനാണ് എന്ന വാദവുമായിട്ട് മുന്നോട്ട് വരുന്നത്. ഈ മുസൈലിമയുമായുള്ള യുദ്ധത്തിൽ അഥവാ യമാമ യുദ്ധത്തിലാണ് ഒരുപാട് ഹാഫിളുമാർ, ഖുർആൻ മനഃപ്പാഠമാക്കിയ ഒരുപാട് ഹാഫിളുമാർ വധിക്കപ്പെടുന്നത്. ആ സമയത്താണ് ഉമർ അൽ ഫാറൂഖ് നിർദ്ദേശിക്കുന്നത്, ഇങ്ങനെ പോയാൽ നമുക്ക് ഖുർആൻ നഷ്ടപ്പെടും, അതുകൊണ്ട് ഖുർആൻ മുഴുവനായും 2 ചട്ടക്കകത്ത് ഒതുക്കി വെക്കണം എന്ന്. അല്ലാതെ ജാമില ടീച്ചർ പറഞ്ഞതുപോലെ ഉസ്മാന്റെ ഭരണകാലത്തല്ല മരിച്ചുപോയ ഉമർ ആ നിർദ്ദേശം മുന്നോട്ട് വെച്ചത്. ഈ അബൂബക്കർ അൽ സിദ്ദീഖ് ഉമറിന്റെ നിർദ്ദേശം സ്വീകരിക്കുകയും ഖുർആൻ 2 ചട്ടക്കകത്ത് ഒതുക്കി വെക്കാൻ അഥവാ ഖുർആൻ ക്രോഡീകരിക്കാൻ, അത് ഗ്രന്ഥരൂപത്തിലാക്കാൻ തയ്യാറെടുക്കുകയും അതിനുള്ള കൽപ്പന പുറപ്പെടുവിക്കുകയും ചെയ്യും. അങ്ങനെ പ്രവാചകന്റെ കാലത്ത് ആരൊക്കെയാണോ ഖുർആൻ എഴുതി വെച്ചുകൊണ്ടിരുന്നത് അവർ തന്നെയാണ് അബൂബക്കർ അൽ സിദ്ദീഖിന്റെ ഭരണകാലത്ത് ഖുർആൻ 2 ചട്ടക്കകത്ത് ഒതുക്കുന്നത്. ഖുർആൻ 2 ചട്ടക്കകത്ത് ഒതുക്കി വെക്കാൻ അബൂബക്കർ അൽ സിദ്ദീഖ് കൽപ്പന പുറപ്പെടുവിച്ചു എന്ന് മാത്രമല്ല, അതിൻ്റെ പണികൾ നടന്നുകൊണ്ടിരിക്കുന്നു എന്ന് മനസ്സിലാക്കിയ മുനാഫിഖീങ്ങൾ, കപടവിശ്വാസികൾ കൂട്ടത്തോടെ ഖുർആനുമായി അബൂബക്കർ അൽ സിദ്ദീഖിന്റെ അടുത്തേക്ക് ഓടി വരാൻ തുടങ്ങി. ഈ ഘട്ടം അബൂബക്കർ അൽ സിദ്ദീഖ് ആരെയാണോ ഏൽപ്പിച്ചത് അവരോട് ചോദിച്ചു, ഖുർആൻ അട്ടിവെച്ച് കഴിഞ്ഞു? ഖുർആൻ പൂർണ്ണമായും അട്ടിവെച്ച് കഴിഞ്ഞു, പക്ഷേ അത് ക്രമത്തിൽ വെച്ചിട്ടില്ല. അബൂബക്കർ അൽ സിദ്ദീഖ് പറഞ്ഞു, അത് നമുക്ക് പിന്നീട് ക്രമത്തിൽ വെക്കാം, ഇപ്പം തൽക്കാലം അട്ടിവെച്ചത് കെട്ടിവെക്കുക, ഭദ്രമായിട്ട് കെട്ടിവെക്കുക. അങ്ങനെ അബൂബക്കർ അൽ സിദ്ദീഖിന്റെ കാലത്ത് തന്നെ ഖുർആൻ 2 ചട്ടക്കകത്ത് ഒതുക്കി ഭദ്രമായി കെട്ടിവെച്ചു, പക്ഷേ അത് ക്രമത്തിൽ വെച്ചിട്ടില്ല. അതുകൊണ്ടാണ് ജാമിദ ടീച്ചർ പറഞ്ഞതുപോലെ ആദ്യമായിട്ട് അവതരിച്ച അധ്യായം 96-ാമത്തെ അധ്യായമായിട്ട് ഖുർആനിൽ വന്നു. ഇനി ഈ മുനാഫിക്കീങ്ങൾ കൂട്ടത്തോടെ ഖുർആനുമായി വന്നു എന്ന് ഞാൻ പറഞ്ഞു. ഈ മുനാഫിക്കീങ്ങൾ കൂട്ടത്തോടെ ഖുർആനുമായി വന്നപ്പോൾ ഒരാളെയും അബൂബക്കർ അൽ സിദ്ദീഖ് നിരുത്സാഹപ്പെടുത്തിയില്ല. അബൂബക്കർ അൽ സിദ്ദീഖ് എല്ലാവരോടും അവരുടെ കയ്യിലുള്ള ഖുർആൻ വാങ്ങി. എല്ലാവരും കൊണ്ടുവരും. സകല മുനാഫിക്കീങ്ങളുടെയും കയ്യിലുള്ള മുഴുവൻ ഖുർആൻ കോപ്പികളും അവർ സ്വന്തമായിട്ട് പ്രവാചകനിൽ നിന്ന് കേട്ടതും പ്രവാചകന്റെ അനുചരന്മാരിൽ നിന്നും കേട്ടതും എഴുതി വെച്ച ഖുർആൻ, സകല മുനാഫിക്കീങ്ങളുടെയും കയ്യിലുള്ള ഖുർആൻ മുഴുവനും അബൂബക്കർ അൽ സിദ്ദീഖിന്റെ കയ്യിലെത്തിയപ്പോൾ അബൂബക്കർ അൽ സിദ്ദീഖ് മുനാഫിക്കീങ്ങളുടെ കയ്യിലുള്ള ആ ഖുർആൻ മുഴുവനും കൊന്നുകൂട്ടിയിട്ട് തീയങ്ങ് കൊടുത്തു. അങ്ങനെയാണ് അബൂബക്കർ അൽ സിദ്ദീഖ് യഥാർത്ഥ ഖുർആൻ സംരക്ഷിക്കേണ്ട വിധം സംരക്ഷിച്ചത്. ഖുർആൻ മുഴുവൻ 2 ചട്ടക്കകത്ത് ഒതുക്കി വെച്ച് കഴിഞ്ഞു. പക്ഷേ അത് വെക്കേണ്ട ക്രമത്തിൽ വെച്ചില്ല. അത് പിന്നീട് വെക്കാം എന്നാണ് അബൂബക്കർ അൽ സിദ്ദീഖ് പറഞ്ഞത്. ഇപ്പോൾ വെക്കാൻ ശ്രമിച്ചാൽ
മുനാഫിക്കീങ്ങൾ കുത്തിത്തിരിപ്പുണ്ടാക്കും. പക്ഷേ അബൂബക്കർ അൽ സിദ്ദീഖ് 2 വർഷം മാത്രമേ പൂർത്തിയാക്കിയുള്ളൂ. 2-ാം വർഷത്തിന് ശേഷം അദ്ദേഹം വിടവാങ്ങി. പിന്നെ ഇസ്ലാമിൻ്റെ ഖലീഫയായിട്ട് വരുന്നത് ഉമർ അൽ ഫാറൂഖ്. ഈ ഉമർ അൽ ഫാറൂഖിന് അറിയാം ഖുർആൻ അട്ടിവെച്ചിരിക്കുന്നത് ക്രമത്തിലല്ല, അത് ക്രമത്തിൽ വെക്കേണ്ടതുണ്ട് എന്ന്. പക്ഷേ ഉമർ അൽ ഫാറൂഖ് അബൂബക്കർ അൽ സിദ്ദീഖ്, പ്രവാചകൻ കൊടുത്ത പേരാണ് അബൂബക്കർ അൽ സിദ്ദീഖ്. അബൂബക്കർ അൽ സിദ്ദീഖ് കെട്ടിവെച്ച ആ കെട്ട് ഉമർ തൊട്ട് കഴിഞ്ഞാൽ ഉമറിന് ശേഷം വരുന്ന ഖലീഫയും അത് തൊടും, അദ്ദേഹത്തിന് ശേഷം വരുന്ന ഖലീഫയും അത് തൊടും. അങ്ങനെ പിന്നെ വരുന്ന ഖലീഫമാരൊക്കെ ഖുർആനിൽ കൈവച്ചേക്കാം. അതുകൊണ്ട് ഉമർ അൽ ഫാറൂഖ്, ഫാറൂഖ് എന്ന് പറഞ്ഞാൽ വിവേകമുള്ളവൻ, ഉമർ അൽ ഫാറൂഖ് പറഞ്ഞു അബൂബക്കർ അൽ സിദ്ദീഖ് കെട്ടിവെച്ച ആ കെട്ട് ആരും പൊട്ടിക്കരുത്, അതങ്ങനെ തന്നെ നിൽക്കട്ടെ. ഇനി ഉസ്മാൻ ബിൻ അഫ്ഫാൻ, ഇസ്ലാമിൻ്റെ 3-ാമത്തെ ഖലീഫയാണ് ഉസ്മാൻ ബിൻ അഫ്ഫാൻ. ഉസ്മാൻ ബിൻ അഫ്ഫാനും അബൂബക്കർ അൽ സിദ്ദീഖ് വെച്ച അട്ടി പൊട്ടിക്കാനോ തൊടാനോ തയ്യാറായില്ല. ഉസ്മാൻ ബിൻ അഫ്ഫാൻ ചെയ്തത് അബൂബക്കർ അൽ സിദ്ദീഖ് വെച്ച അട്ടി അതുപോലെ എടുത്തിട്ട് അതിൻ്റെ 4 കോപ്പി എടുത്തിട്ട് 4 കേന്ദ്രങ്ങളിലേക്ക് അയച്ചു കൊടുക്കുകയാണ് ചെയ്തത്. അക്കാലത്ത് ഇസ്ലാമിലേക്ക് വന്ന 4 പ്രധാന രാജ്യങ്ങളിലേക്ക് അബൂബക്കർ അൽ സിദ്ദീഖ് ക്രോഡീകരിച്ച ഖുർആന്റെ കോപ്പി എടുത്ത് അയച്ചു കൊടുക്കുകയാണ് ഉസ്മാൻ ചെയ്തത്. അല്ലാതെ ജാമിദ ടീച്ചർ കുത്തിത്തിരിപ്പുണ്ടാക്കുന്നത് പോലെ ഉസ്മാന്റെ കാലത്തല്ല ഖുർആൻ 2 ചട്ടക്കകത്ത് ഒതുക്കിയത്. ഖുർആൻ 2 ചട്ടക്കകത്ത് ഒതുങ്ങിയത് പ്രവാചകന്റെ വിയോഗശേഷം 1 കൊല്ലം പൂർത്തിയാകുന്നതിന് മുമ്പ് തന്നെ, പ്രവാചകൻ വിടവാങ്ങിയിട്ട് 1 കൊല്ലം പൂർത്തിയാകുന്നതിന് മുമ്പ് തന്നെ അബൂബക്കർ അൽ സിദ്ദീഖിന്റെ കൈകൊണ്ട് തന്നെ ഖുർആൻ മുഴുവനും 2 ചട്ടക്കകത്ത് ഒതുക്കപ്പെട്ടിരുന്നു. അതിന് ഉമർ അൽ ഫാറൂഖ് എന്ന വിവേകമതി സാക്ഷ്യമായിരുന്നു. ആ ഖുർആൻ അബൂബക്കർ അൽ സിദ്ദീഖ് കെട്ടിവെച്ച അതേ രൂപത്തിലാണ് ഇന്ന് നമ്മുടെ കൈകളിൽ ലഭിക്കുന്നത്. അബൂബക്കർ അൽ സിദ്ദീഖ് കെട്ടിവെച്ച കെട്ട് ഉമർ അൽ ഫാറൂഖ് തൊടാത്തത് കൊണ്ട് ഇസ്ലാമിൻ്റെ 5-ാം ഖലീഫയും ഇസ്ലാമിലെ ആദ്യത്തെ ഫിത്നക്ക് കാരണക്കാരനുമായ മുആവിയക്ക് ഖുർആനിൽ കൈവെക്കാൻ സാധിച്ചില്ല. മുആവിയക്ക് ഖുർആനിൽ കൈവെക്കാൻ സാധിക്കാതിരുന്നത് അബൂബക്കർ അൽ സിദ്ദീഖ് കെട്ടിവെച്ച അട്ടി ഉമർ അൽ ഫാറൂഖ് പൊട്ടിക്കാത്തതുകൊണ്ടാണ്. ഉമർ അൽ ഫാറൂഖ് അതിൽ കൈവച്ചിരുന്നുവെങ്കിൽ തീർച്ചയായും മുആവിയ അത് ഛിന്ന ഭിന്നമാക്കി മാറ്റുമായിരുന്നു. ഇനി ഇവിടെ സ്വാഭാവികമായിട്ടും ഒരു സംശയം ഉണ്ടാവാം, ഖുർആൻ അവതരിച്ച ക്രമത്തിൽ, അവതരണ ക്രമത്തിൽ എന്തുകൊണ്ട് ക്രോഡീകരിച്ചില്ല? ഖുർആൻ അവതരണ ക്രമത്തിൽ വായിക്കുമ്പോൾ അത് ഫുർഖാന്റെ രൂപമായിട്ട് മാറും. കാര്യങ്ങൾ വളരെ വ്യക്തമായി മനസ്സിലാകണമെങ്കിൽ തീർച്ചയായിട്ടും ഫുർഖാൻ രീതിയിൽ വായിക്കണം, അതായത് അവതരണ ക്രമത്തിൽ തന്നെ വായിക്കണം. പക്ഷേ നമ്മുടെ കയ്യിലുള്ള ഖുർആൻ അതിൻ്റെ അവതരണ ക്രമത്തിൽ ക്രോഡീകരിച്ച് വെച്ചതല്ല. ഇതെന്തുകൊണ്ട് അവതരണ ക്രമത്തിൽ ക്രോഡീകരിച്ച് വെച്ചില്ല എന്ന് ചോദിച്ചാൽ, നമ്മുടെ കയ്യിലുള്ള അറബിയുള്ള വേദഗ്രന്ഥത്തിന് പ്രഥമ പരിഗണന കൊടുക്കുന്നത് ഖുർആൻ എന്ന അർത്ഥത്തിലാണ്, അതായത് ദിവ്യ മന്ത്രം എന്ന അർത്ഥത്തിലാണ്. വിവേക സ്രോതസ് എന്ന ഫുർഖാൻ എന്ന പരിഗണന 2ാമതാണ്, 1ാമതല്ല. ഫുർഖാൻ അഥവാ വിവേക സ്രോതസ് വായിച്ച് മനസ്സിലാക്കി പഠിച്ച് പ്രവർത്തിക്കണമെങ്കിൽ അവൻ്റെ സാഹചര്യം, അവൻ്റെ ചുറ്റുപാട് അവന് അനുകൂലമായിരിക്കണം. ചുറ്റുപാട് സാഹചര്യം അനുകൂലമാണെങ്കിൽ മാത്രമേ വിവേക സ്രോതസ്സിലെ കൽപ്പനകൾ അനുസരിച്ച് അതിനനുസരിച്ച് ജീവിക്കാൻ സാധിക്കുകയുള്ളൂ. സാഹചര്യം അനുകൂലമല്ലെങ്കിൽ ഫുർഖാന്റെ കൽപ്പന അനുസരിച്ച് ഒരു മനുഷ്യനും ജീവിക്കാൻ സാധിക്കില്ല. ഖുർആന്റെ പ്രഥമ പരിഗണന അത് ദിവ്യഗ്രന്ഥം എന്ന നിലയിൽ പാരായണം ചെയ്യുക എന്നുള്ളതാണ്. ഫുർഖാൻ നമുക്ക് പഠിച്ച് മനസ്സിലാക്കി അതിനനുസരിച്ച് പ്രവർത്തിക്കാൻ സാധിച്ചില്ലെങ്കിലും ഖുർആൻ ദിവ്യമന്ത്രം എന്ന നിലയിൽ നമുക്ക് പാരായണം ചെയ്യാവുന്നതാണ്. അങ്ങനെ പാരായണം ചെയ്ത് ആത്മീയശക്തി നമുക്ക് നേടിയെടുക്കാവുന്നതാണ്. ഇനി അതിനും സാധിക്കില്ലെങ്കിൽ, ഖുർആൻ നമുക്ക് പാരായണം ചെയ്യാൻ സാധിക്കുന്നില്ലെങ്കിൽ, ഖുർആനിൻ്റെ ആകത്തുകയായ ഒരു വചനമുണ്ട്, അത് ലാ ഇലാഹ ഇല്ലല്ലാ എന്നാണ്. ആ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന വചനം ഒരു ദിവസം 15 തവണയോളം നമ്മുടെ കാതുകളിൽ വന്ന് മുഴങ്ങുന്നുണ്ട്.
നിങ്ങൾ ബാങ്ക് ശ്രദ്ധിക്കുക. ബാങ്കിൽ അദ്ദേഹം ബാങ്ക് കൊടുക്കുന്ന വ്യക്തി വിളിച്ചു പറയുന്നത് അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാ എന്നാണ്. ഞാൻ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന വചനത്തിന് സാക്ഷിയാണ്, നിങ്ങളും സാക്ഷിയാകുക എന്ന് 2 തവണ പറയുന്നു. എന്നിട്ട് ആ ബാങ്കിന്റെ അവസാനം ബാങ്ക് കൊടുക്കുന്ന വ്യക്തി വിരമിക്കുന്നത് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഈ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന വചനം ഖുർആനിന്റെ ആകെ തുകയാണ്. ലാ ഇലാഹ ഇല്ലല്ലാ എന്ന വചനം നിങ്ങൾ ഉരുവിട്ടുകൊണ്ടേയിരിക്കുക. ലാ ഇലാഹ ഇല്ലല്ലാ എന്ന വചനം ഉരുവിടുമ്പോൾ എന്താ അതിൻ്റെ ഗുണം എന്നറിയോ? നിങ്ങളുടെ ശത്രു നിങ്ങളെ വിട്ട് അകന്നു, നിങ്ങളുടെ മിത്രം ഒരിക്കലും നിങ്ങളെ വിട്ട് അകന്നു പോയി. അതായത് നമ്മൾ ജാമില ടീച്ചറെ കാണുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് മനസ്സിൽ മന്ത്രിക്കണം. അങ്ങനെ മനസ്സിൽ മന്ത്രിച്ചു കഴിഞ്ഞാൽ, മനസ്സിൽ ഉച്ചരിച്ചു കഴിഞ്ഞാൽ ജാമില ടീച്ചറല്ല, സാക്ഷാൽ ഇബ്ലീസ് പോലും നമ്മുടെ അടുത്ത് വരില്ല. ഇനി ജാമില ടീച്ചർ നമ്മളെ പിഴപ്പിച്ച് കളയും എന്ന് ആർക്കെങ്കിലും ഭയമുണ്ടെങ്കിൽ അവർ ചെയ്യേണ്ടത് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന വചനം നിത്യവും ഉരുവിടുകയാണ് വേണ്ടത്. അടുത്ത വീഡിയോയിൽ കാണാം.